ഓക്കെ, ഇതുവരെ എടുത്ത ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സാം അങ്ങ് വെക്കണം കേട്ടോ. ആവറേജ് കൂടി കഴിഞ്ഞിട്ട് ഏകദേശം ടോപ്പിക്കൊക്കെ ഇതായില്ല. അപ്പോൾ പകുതിയോളം ടോപ്പിക് ആയിട്ടുണ്ട്. പകുതിയോളം ടോപ്പിക് ആവും ഇന്നത്തോട് കൂടിയിട്ട്. എന്നിട്ട് ഒരു എക്സാം ഒക്കെ വെക്കാം. പിന്നെ ഞാൻ ഡെയിലി ഗ്രൂപ്പിൽ ഇടും കേട്ടോ കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ്. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള മോഡൽ മാത്രം നോക്കിയിട്ടിടുന്നതാണേ. വെറുതെ എടുത്തിരുന്നല്ല, നിങ്ങൾക്ക് പ്രീവിയസിൽ ചോദിച്ചതും അതേപോലെ ടൈപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പാണ് ഞാൻ ഇടുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ആ ഗ്രൂപ്പിൽ ഇടുന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും നോക്കൂ. ജസ്റ്റ് അതിനൊന്ന് ടാഗ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് ജസ്റ്റ് അതിന് മെൻഷൻ ചെയ്തിട്ട് ആ പോസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്തായാലും കാണും. ഓക്കെ, ഏകദേശം എല്ലാവരും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. നമുക്ക് തുടങ്ങാം എന്നാല്. അപ്പോൾ ആവറേജ്, അതായത് ശരാശരി, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശരാശരി, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് എന്നല്ല, ടോപ്പിക്ക് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ആവറേജ് അല്ല ശരാശരിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതിന്റെ കൺസെപ്റ്റ് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നത് എന്തായാലും കിട്ടും. അപ്പൊ ഇതില് ആദ്യം ഏറ്റവും ഫസ്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ എന്താ ശരാശരി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്താ ശരാശരി എന്നുള്ള എന്താ, ഇപ്പം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ മാർക്കുകളുടെ ശരാശരി കാണണം. ഓക്കെ, എന്താ ചെയ്യുക, നിങ്ങൾ എല്ലാം കൂടി കൂട്ടും, എല്ലാ സബ്ജക്റ്റിന്റെ മാർക്ക് കൂടി കൂട്ടും അല്ലെ, അതിന്റെ തുക കാണും. എന്നിട്ട് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ശരാശരി. ഓക്കെ, പിന്നെ ഞാൻ ജസ്റ്റ് പറയാണ്, ഇപ്പൊ ഒരു LKG പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവർക്ക് 3 സബ്ജക്റ്റ് ഉണ്ടെന്ന് ആയിരിക്കും. 3 സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മാർക്കിന്റെ 3 സബ്ജക്റ്റുകൾ. ഓക്കെ, 100 മാർക്കിന്റെ 3 സബ്ജക്റ്റുകൾക്ക് ഒരാൾക്ക് ഒന്നിൽ കിട്ടിയത് 50 ആണ്, ഒരു സബ്ജക്റ്റില് അയാൾക്ക് തന്നെ മറ്റൊരു സബ്ജക്റ്റ് കിട്ടിയ 60 ആണ്, പിന്നെ വേറൊന്നും കിട്ടിയത് 90 ആണ്. അങ്ങനെയാണ് ഇതിന്റെ ശരാശരി എന്ന് വെച്ചാൽ എത്രയാ? വേഗം പറഞ്ഞേ. 150. ശരാശരി എത്രയാ? 150. 300/150. നല്ലോണം നോക്ക്. 200/3. 200/3. ആ, അതായത് എന്താ ചെയ്യേണ്ടത്, ശരാശരി എപ്പോ ചോദിച്ചാലും അതിന്റെ ആകെയുള്ള തുക നിങ്ങൾ കാണും. തുക എന്ന് വെച്ചാൽ അതിന്റെ സമ്മ്. ഇപ്പൊ 3 സബ്ജക്റ്റുകളുടെ ശരാശരിയാണ് ഇവിടെ കാണാൻ പോകുന്നത് നമ്മൾ. അപ്പൊ അതിന് 3 എണ്ണം കൂടി കൂട്ടുക. ഓക്കെ, അതിന്റെ തുക കാണും, സമ്മ്. ഇപ്പൊ 50, 60, 90 കൂട്ടാണ് ഞാൻ. 90, 60 കൂട്ടിക്കഴിഞ്ഞാൽ 150, 150, 50 കൂട്ടിയ 200 ഡിവൈഡഡ് ബൈ നിങ്ങൾ എത്ര എണ്ണം എടുത്തിട്ടുണ്ടോ കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര എണ്ണം എടുത്തിട്ടുണ്ട്? ഇവിടെ 3 എണ്ണമാണ് എടുത്തത്. അപ്പൊ 200/3. അതെന്തോ ആവട്ടെ, 66 സംതിങ്, 66.66 എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതെന്തോ ആവട്ടെ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് കാണുന്നത്, ശരാശരി അല്ലെങ്കിൽ ആവറേജ് കാണുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ ഓർമ്മിക്കണേ. ബുദ്ധിമുട്ടില്ലല്ലോ ശരാശരി കാണുന്ന ഇക്വേഷൻ. ഇത് എല്ലാത്ത മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത് വെച്ചിട്ടൊന്നുമല്ല അധികം കാണുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതൊന്നും ആവശ്യമില്ല, ഇതിന്റെ വെക്കേണ്ട ആവശ്യം വരത്തില്ല. നോക്കി, ഈ ഇക്വേഷനേക്കാൾ കൂടുതൽ നമുക്ക് ഉപയോഗം വരും ഏത് ഇക്വേഷൻ അറിയോ? ഈ രണ്ടാമത് ചെയ്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് എന്താ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡ് ബൈ എണ്ണം. നിങ്ങൾ ആ ഡിവൈഡ് ബൈ ഉള്ള എണ്ണം ഇങ്ങോട്ട് ഇടത്തോട്ട് കൊണ്ടുവന്നേ. എണ്ണം എന്ന് പറഞ്ഞാൽ ഹരിക്കുന്നല്ലേ എപ്പോഴും. അപ്പൊ ഇടത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? ഗുണിക്കണം എന്നായിട്ട് മാറും അല്ലെ. ശരാശരിയും എണ്ണവും കൂടി ഗുണിച്ചാൽ എന്താ ഇപ്പം കിട്ടുക? എന്താ കിട്ടുക? തുകയാണ് കിട്ടുക. ഓക്കെ, ജസ്റ്റ് ഒറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു 220 ഓർക്കണം, അപ്പൊ 70. ഓക്കെ, ഞാൻ ഇവിടെ ഉള്ള നേരത്തെ അതേ ക്വസ്റ്റ്യൻ ഇല്ലേ, ഞാൻ ഇവിടെ ഒരു 70 ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ശരാശരി എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കുട്ടിക്ക് 100 എന്നൊന്നും വേണ്ട, ഒരു കുട്ടിക്ക് 3 സബ്ജക്റ്റുകളിലായിട്ട് കിട്ടിയ മാർക്കാണ് 50, 60, 70. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ആകെ ശരാശരി എന്ന് വെച്ചാൽ എന്താ? സബ്ജക്റ്റിന്റെ മാർക്കുകളുടെ ശരാശരി 150. യെസ്, മൊത്തം കൂട്ടുക. അതായത് ഏതാ കൂട്ടുക? 50 + 60 + 70 കൂട്ടിയിട്ട് എത്ര എണ്ണം ഉണ്ട് നോക്കാം. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അപ്പൊ 50, 60, 70 കൂട്ടി എത്ര ഉണ്ടാവും? 5, 6, 11, 7, 18. അപ്പൊ 150 ഉണ്ടാവും.
ഡിവൈഡ് ബൈ 3 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 60. 60. ക്ലിയർ ആണേ? എന്ന് വെച്ചാൽ കിട്ടുന്ന എത്രയാ? 60. അപ്പൊ ഇവിടെ നോക്കിയ നിങ്ങൾ ശരാശരി എന്ന് പറയുന്നത് ആ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാ. അപ്പൊ എപ്പോഴും തുക എന്ന് പറയുന്നത് അതായത് നമ്മളെ എല്ലാം കൂട്ടിയത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ശരാശരിയും എണ്ണവും കൂടി എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ഓക്കെ ആണേ? നമുക്ക് ഇവിടെ കിട്ടിയ ശരാശരി എത്രയായിരുന്നു? ആ കുട്ടിയുടെ മാർക്ക് കിട്ടിയ ശരാശരി എത്രയായിരുന്നു? 60. എത്ര സബ്ജക്റ്റിന്? 3. അപ്പൊ 60ഉം 3 കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 150. അതായത് ആ 3 സബ്ജക്റ്റിന്റെ തുക കിട്ടും. ഓക്കെ ആണേ? ഈ സെയിം ഇക്വേഷൻ ആണ് ജസ്റ്റ് മാറ്റി എഴുതിയെന്നാണ്. തുക കിട്ടാൻ എപ്പോഴും സമ്മ് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശരാശരിയും എണ്ണം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണേ? ഇത് ഓർത്തുക്കണം. ഇതാണ് ഏറ്റവും നമ്മൾ കുറെ കൂടി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ഇക്വേഷൻ. മിക്കവാറും എന്തായിരിക്കും? ഈ ഇക്വേഷൻ ആയിരിക്കും ആദ്യഘട്ടത്തിൽ. ചിലപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു കാര്യം കിട്ടിയതിന് ശേഷം രണ്ടാമത് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ശരാശരിയുടെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ എല്ലാം ഇപ്പൊ ഓർത്ത് വെച്ചോ, ശരാശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുക ഡിവൈഡ് ബൈ എണ്ണാണ്. പക്ഷെ മിക്കവാറും കേസിൽ നിങ്ങൾക്ക് തുക കാണേണ്ടി വരും. തുക കാണുമ്പോൾ എപ്പോഴും ശരാശരി തന്നിട്ടുണ്ടാവും, ശരാശരിയും എണ്ണവും തന്നിട്ടുണ്ടാവും. അപ്പോൾ കേസിലൊക്കെ തുക കാണേണ്ടി വരും. ക്ലിയർ ആണേ? ശരാശരിയും എണ്ണവും തന്നു കഴിഞ്ഞാൽ തുക കാണുന്ന എങ്ങനെയാ? ശരാശരിയും എണ്ണവും ഗുണിച്ചാൽ മതി. ശരാശരിയും എണ്ണവും ഗുണിച്ചാൽ എന്ത് കിട്ടും? തുക കിട്ടും. ഓക്കെ, നിയമം കുറെ കൂടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് കുറെ കൂടി ക്ലിയർ ആവും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്. അപ്പൊ ഇതാണ് ഇതിൽ പഠിക്കേണ്ട ഒന്നാമത്തെ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്ത് നോക്കാം. ഇതെത്രയാണ്? ഇതെങ്ങനെ ചെയ്യാന്നുള്ള അങ്ങനൊക്കെ ഒന്ന് പറഞ്ഞു നിങ്ങൾ. അപ്പൊ 40 കുട്ടികളുടെ ഒരു ക്ലാസ്സിലെ കണക്കിന്റെ ശരാശരി മാർക്ക് തന്നിട്ടുണ്ട് 80. അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും കൂടി കണക്കിന് ലഭിച്ച മാർക്ക് എത്ര? 40 ഇവിടെ ആകെ, അതായത് കണക്കിന്റെ ആകെ മാർക്ക് തുകയാണ് ചോദിക്കുന്നത് അല്ലെ? ശരാശരി തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കണേ, ശരാശരി തന്ന് എണ്ണവും തന്നിട്ടുണ്ടെങ്കിൽ ശരാശരിയും എണ്ണവും തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ശരാശരിയും എണ്ണവും തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ 40ഉം 80ഉം തമ്മിൽ ഗുണിക്കുക. 40ഉം 80ഉം തമ്മിൽ ഗുണിച്ചാൽ 4 × 8 32, പിന്നെ 2 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, 32,200 എന്നുള്ള ആൻസർ കിട്ടും. ഇത് ഒന്ന് ഓർത്ത് വെക്കണേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് എന്ത് ചെയ്തത് പറഞ്ഞത് ചെയ്യാൻ വേണ്ടിട്ട്. ഇനി ഇതിലെ എങ്ങനെ ഒന്നുകൂടി പറഞ്ഞേ, കേട്ടില്ലേ? അതെ, ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതുമായിരുന്നേ, അന്നേരത്തേക്ക് സാർ അതങ്ങ് മാറ്റില്ലേന്ന് പറഞ്ഞതാ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി വേണമെങ്കിൽ. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഞാൻ എല്ലാത്തിനും തരും, അത് അന്നേരം ചെയ്യണേ നിങ്ങളത്. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇതൊന്നും അത്ര നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ ഇതൊക്കെ എടുത്തിട്ട് പോകുന്നത്. ഇനി അടുത്ത പറയട്ടെ. അടുത്ത് നോക്ക്. അടുത്താണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയാൻ പോകുന്നത് കേട്ടോ. ഈ ടോപ്പിക്കിൽ ആവറേജ് എന്നുള്ള ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് ഏകദേശം എല്ലാം നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആവറേജിന്റെ അല്ലാത്ത ക്വസ്റ്റ്യൻ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആവറേജിന്റെ അല്ലാത്ത ചില ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. ആവറേജ് എന്നുള്ള ടോപ്പിക്കിന് അണ്ടറിൽ വരുന്നതല്ല, പക്ഷെ ഈ ഒരു കാര്യം, ഈ ഒരു ഫാക്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും ഇതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ സംഭവം ഉണ്ടാവും, തുടർച്ചയായ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി കാണുന്ന മെത്തഡാണ്. ഓക്കെ ആണേ? എന്താ പറഞ്ഞേ? ക്വസ്റ്റ്യനിലെല്ലാം ഇപ്പൊ ഈ സാധനം വെച്ചിട്ടാണ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം മിക്കവാറും ക്വസ്റ്റ്യൻസും. തുടർച്ചയായ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എങ്കിൽ അതിന്റെ എന്താണ് നടുവിലത്തെ സംഖ്യ ഏത്, അല്ലെങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ ഏത്, ഏറ്റവും ചെറിയ സംഖ്യ ഏത്, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ എപ്പോഴും നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ തിരയേണ്ടത് തുടർച്ചയായ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഓർമ്മയാണ്. തുടർച്ചയായ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണ്. എന്താ തുടർച്ചയായ നമ്പർ എന്ന് വെച്ചാല് 1 2 3 4 5 1 2 3 4 എന്നുള്ള സംഖ്യകൾ വരാം. അതായത് ഒരു സംഖ്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത തുടർച്ചയായിട്ടുള്ള ഇപ്പൊ 15 തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ 15 16 17 18. ഓക്കെ, അല്ലാതെ വേറെ കേസ് കൂടി വരാം. ഞാൻ അതും ഇതിൽ തന്നെ പറയാണേ. എങ്ങനെയാണെന്നറിയോ?
അതായത് ഒരു പാറ്റേണിൽ ഒരു സമാന്തരമായിട്ട് പോകുന്ന സംഖ്യകൾ. ഇപ്പൊ 5, 10, 15 ഇങ്ങനെ പോകുന്ന സംഖ്യകളില്ല. ഇതും ഇതിൽ കൂട്ടണം നിങ്ങൾ. ഇതിൽ ഈ ഞാൻ പറയുന്ന കൺസെപ്റ്റ് ഇതിനും ബാധകമാണ്. എങ്ങനെ പോകുന്നത്? ഒരേ വ്യത്യാസം കൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട് പോകില്ലേ, ഒരേ വ്യത്യാസത്തിൽ. ഇപ്പൊ വേറെ സംഖ്യ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ 25, 50, അപ്പൊ അടുത്ത എത്രയായിരിക്കും? 75, 100, 125. അപ്പൊ ഇങ്ങനെ പോകുന്ന സംഖ്യകൾ. അപ്പൊ ഇതും നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ പെടുത്തണേ. തുടർച്ചയായെന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ പോയും തുടർച്ചയാന്ന് വെച്ചാൽ 1, 2, 3, 4 എന്നുള്ള രീതിയിലാണ് തുടർച്ചയെന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന കൺസെപ്റ്റ് ഇതിനും ബാധകമാണ്. ഇങ്ങനെ ഒരേ വ്യത്യാസമുള്ള സംഖ്യകളാണ് അതിനും ബാധകമാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ശരാശരി കാണാൻ എന്ത് ചെയ്യുന്ന 2 മെത്തഡുള്ള. ഒന്ന്, ശരാശരി എന്ന് പറയുന്നതല്ലപ്പോ ഏറ്റവും ചെറിയ നമ്പർ ചെറുതും ഏറ്റവും വലുതും കൂട്ടുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? 2 കൊണ്ടായിരിക്കുക. ക്ലിയർ ആണ്? ഏറ്റവും ചെറുതും ഏറ്റവും വലുതും കൂട്ടിയിട്ട് 2 കൊണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ ശരാശരി കിട്ടും. ഇനി നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അതിന്റെ മിഡിൽ നമ്പർ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. മിഡിൽ നമ്പർ കാണുന്നുണ്ട്, അതായിരിക്കും അതിന്റെ ശരാശരി. ഈ 2 പോയിന്റ് നിങ്ങൾ മൈൻഡിൽ എപ്പോഴുമാണ്. അപ്പൊ തുടർച്ചയായ സംഖ്യകൾ അല്ലെങ്കിൽ എന്താണ് ഒരേ വ്യത്യാസത്തിൽ ഇടവിട്ട് വരുന്ന സംഖ്യകൾ, അതിനെ നമ്മൾ സമാന്തര ശ്രേണികൾ എന്നൊക്കെയാണ് വിളിക്കോട്ടോ. നിങ്ങളെ ശ്രേണി എന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ടോപ്പിക് വരാനുണ്ടത് ഇപ്പൊ 25, 50, 75 അതുപോലത്തെ സംഖ്യകൾ, അല്ലെ 5, 10, 15 പോലത്തെ സംഖ്യകൾ, അല്ലെ 12, 14, 16, 18 അതുപോലത്തെ ഒരേ ഇടവേള വരുന്ന സംഖ്യകളില്ല. അതിനൊക്കെ ഈ മെത്തേഡ് ഉപയോഗിക്കാം. എങ്ങനെയാ വെച്ചാൽ എന്താ, ശരാശരി കാണാൻ ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഏറ്റവും ചെറിയ സംഖ്യ കൂട്ടുക, അതിലെ ഏറ്റവും വലിയ സംഖ്യ കൂട്ടുക. എത്ര കൊണ്ടായിരിക്കുക? 2 കൊണ്ടായിരിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് അതിന്റെ മിഡിൽ നമ്പർ ഒറ്റയടിക്ക് കാണുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും അതിന്റെ എന്ത് ശരാശരി. ഈ സംഭവം നിങ്ങൾ എഴുതി വെക്കണം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ സാധനം എഴുതി വെക്കണം. ഓക്കെ, ഈ ഒരു പോയിന്റ് അതിനെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്നുള്ള ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ അത്. ഓക്കെ, ഈ 2 പോയിന്റ് ശരാശരി കാണുന്ന ഈ 2 മെത്തേഡ് നമുക്ക് ആവശ്യമുണ്ട്. ശരാശരി കാണുന്ന ഈ 2 മെത്തേഡും ഓക്കെ ആണ്. തുടർച്ചയായ നമ്പേഴ്സിനാണ് ഈ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരിക. തുടർച്ചയായെന്ന് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കണം, ശ്രേണി സീരീസ് ആയിട്ട് വന്നാലും മതി. ഓക്കെ, 40, 50, 60, 70 അങ്ങനെ സീരീസ് ആയിട്ട് വന്നാലും മതി, ഒരു കുഴപ്പമില്ല. എന്നാ ഇനി നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന്റെ ആൻസർ വേഗം പറയാൻ പറ്റും. 1, 2, 3 മുതൽ 10 വരെ ശരാശരി എത്രയാ? 5.5. 1.5. 5.5. യെസ്. അപ്പൊ ശരാശരി കാണാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിന്റെ മിഡിൽ നമ്പർ എടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ കുറെ വലിയ ഇതിപ്പോ 1 മുതൽ 25 വരെയാണെന്ന് വിചാരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മിഡിൽ നമ്പർ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നുമില്ല, ഏറ്റവും ചെറുതും ഏറ്റവും വലുതും അറിയാമെന്ന് വിചാരിക്കും, കൂട്ടിയാൽ മതി. ഏതൊക്കെ കൂട്ടുക? 1, 10. എത്ര കൊണ്ടായിരിക്കുക? 2 കൊണ്ടായിരിക്കുക. അപ്പൊ 11നെ എത്ര കൊണ്ടായിരിക്കുക? 2 കൊണ്ടായിരിക്കുക. എത്ര കിട്ടുമോ? 5.5. 5.5. ഓക്കെ, 5.5 ആണ് എന്ത് 1, 2, 3 തുടങ്ങിയിട്ട് 10 വരെയുള്ള സംഖ്യകളുടെ എന്ത് ശരാശരി. ഇത് ഈ പോയിന്റ് ക്ലിയർ ആണെന്ന് പറഞ്ഞേ. എന്താ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾ നോക്കുക, തുടർച്ചയായ സംഖ്യകളാണോ അല്ലെങ്കിൽ ഒരു സീരീസ് ആയിട്ടാണോ തന്നു നോക്കുക. ആണ്. ഏറ്റവും ചെറുതും വലുതും കൂട്ടി 2 കൊണ്ട് അടിച്ചാൽ എന്ത് കിട്ടും? ശരാശരി കിട്ടും. അപ്പൊ ഏറ്റവും ചെറുത് 1. ഏറ്റവും ചെറുത് എന്ന് വെച്ചാൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ളതായിരിക്കും കേട്ടോ ഏറ്റവും ചെറുത്. പിന്നെ ഏറ്റവും എൻഡിലുള്ളതായിരിക്കും ഏറ്റവും വലുത് കേട്ടോ, അത് മറന്നുകൊണ്ട. ഞാൻ ചെറുത് വലുത് എവിടുന്ന കണ്ടുപിടിക്കാന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും തുടക്കത്തിലുള്ളതായിരിക്കും ഏറ്റവും ചെറുത്. ഏറ്റവും വലുത് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം കിടക്കുന്ന നമ്പർ ആയിരിക്കും. അപ്പൊ അത് 2 കൂടി കൂട്ടുക, 2 കൊണ്ടായിരിക്കുക. അപ്പൊ 1, 10 കൂട്ടിയ 11, 11 2 കൊണ്ട് അടിച്ചാൽ 5.5. ക്ലിയർ ആണേ? ഇത് പറഞ്ഞേ. ഇതിൽ ഡൗട്ട് ഉണ്ട് നിങ്ങൾ ഇപ്പൊ പറയണേ. ഞാൻ അടുത്ത ഇതിനെ വെച്ചിട്ട് അടുത്തൊരു പോയിന്റ് പറയണം. യെസ്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഞാൻ ഒരു ഒറ്റ കാര്യോട് ചോദിക്കട്ടെ. എന്നാൽ 1 മുതൽ 10 വരെയുള്ള അതിന്റെ തുക എന്തായിരിക്കും? ഇതിന്റെ തുക എന്തറിയെങ്കിൽ തുക കിട്ടും. ശരാശരിയും എണ്ണം അറിയില്ല നിങ്ങൾക്കിപ്പോ? ശരാശരി എണ്ണം അറിയില്ലേ? നിങ്ങളെന്താ മിണ്ടാത്തത്? ശരാശരി എണ്ണം അറിയെങ്കിൽ എങ്ങനെയാ തുക കണ്ടുപിടിക്കുക? 55. ശരാശരിയും കൂടി ഗുണിച്ചാ മതി. ശരാശരിയും എണ്ണവും കൊണ്ട് ഗുണിച്ചാൽ മതി. എന്ത് കിട്ടാൻ?
തുക കിട്ടാൻ. ഇപ്പൊ പറഞ്ഞ സ്ലൈഡിലാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളത്, അത് നിങ്ങൾ മറന്നു വരുതാ. തുക എന്ന് പറയുന്നത് എന്താണ്? ശരാശരിയും എണ്ണവും കൂടി ഗുണിച്ചതാണ്. അപ്പൊ നോക്ക്, ഇവിടെ 1 മുതൽ 10 വരെയുള്ളതിന്റെ തുക കിട്ടാൻ നിങ്ങൾ ഇനി എന്ത് ചെയ്താൽ മതി? ശരാശരി എണ്ണം കൂടി ഗുണിച്ചാൽ മതി. ശരാശരി നമുക്ക് ഓൾറെഡി അറിയാം, എത്രയാ? 5.5 ആണ്. എണ്ണം എത്ര എണ്ണം ഉണ്ട്? 1 മുതൽ 10 വരെ എത്ര സംഖ്യ ഉണ്ട്? 10 സംഖ്യ. അപ്പൊ 5.5 10 ഗുണിച്ചാൽ എത്ര കിട്ടും? 55. അതായത് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 1, 2, 3 മുതൽ 10 വരെ കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ആൻസർ 55 കിട്ടും. ക്ലിയർ ആണേ? അപ്പൊ നിങ്ങൾക്ക് ഇത് ശരാശരി എന്നുള്ള ടോപ്പിക്കിൽ വന്നാലും നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഉപയോഗിക്കാം. അല്ലാതെ തുക എന്നുള്ളത്, അതായത് സം എന്നുള്ള രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി എങ്ങനെ നമ്മൾ 2 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ശരാശരി കാണുന്നത്? ഒന്ന് ചെറുതും വലുതും കൂട്ടി 2 കൊണ്ടായിരിക്കുക, അല്ലെങ്കിൽ മിഡിൽ നമ്പർ എടുക്കുക. അപ്പൊ ഇതിന്റെ മിഡിൽ നമ്പർ ഏതായിരിക്കും? 1, 2, 3, 4 മുതൽ 10 വരെയുള്ള എന്റെ മിഡിൽ നമ്പർ ജസ്റ്റ് ഞാനൊന്ന് എഴുതുവാണേ. 5, 6, 8, 9, 10. അപ്പൊ ഇരട്ട സംഖ്യ ആണെങ്കിൽ മിഡിൽ എന്ന് പറയുന്നത് ഒരാളുണ്ടാവില്ല, ഒറ്റ ഒരാളായിരിക്കില്ല. നോക്കെ, ഇവിടെ 10 എണ്ണം നടന്ന എത്ര എണ്ണം ഉണ്ട്? ഒരു ഈവൺ നമ്പർ അല്ലേ 10 എണ്ണം. 9 എണ്ണം ആയിരുന്നെങ്കിൽ ഓടായിരുന്നു, ഒറ്റ സംഖ്യ ആയിരുന്നു അത്. ഇവിടെ 10 എണ്ണം ഉണ്ട്. 10 എണ്ണം പറഞ്ഞാൽ മിഡിൽ ഒറ്റ ഒരാളല്ല ഉണ്ടാവുക. നിങ്ങൾ ഇവിടുന്ന് വെട്ടി നോക്കി, 1 10 വെട്ടിയ, 2 9 വെട്ടി, 3 8 വെട്ടി, 4 ഇവിടെ പോയി, 4 ഉണ്ട് ഇവിടെ, 4 7 വെട്ടി. പിന്നെ ബാക്കി വരുന്ന ഏതാ? 5 6 ആണ് ഇവിടെ മിഡിൽ ആയിട്ട് വരിക. അപ്പൊ മിഡിൽ എന്ന് പറയുന്ന 5 × 6 മിഡിലാ വരിക, അല്ലാതെ ഒരു നമ്പർ മിഡിൽ ഇല്ല. അപ്പൊ 5 × 6 മിഡിൽ എന്ന് പറയുന്ന എത്ര വരിക? 5.5. അതന്നെ നമുക്ക് കിട്ടിയത്, ശരാശരി കിട്ടിയത് അത് തന്നെ. 5.5 തന്നെയാണ് ശരാശരിയായിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ മിഡിൽ അങ്ങനെ കണ്ടുപിടിക്കാം. മിഡില് ഏതാ നമ്പർ വരുന്നത് നോക്കുക. മിഡിലെ ഒറ്റ നമ്പർ ആയിട്ട് ചിലപ്പോൾ വരില്ല. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് 4 നമ്പർ ഞാൻ പറയാണ്. ഇപ്പൊ 2, 4, 6, 8. ഇതിന്റെ മിഡിൽ നമ്പർ ഏതാ? 5 ആണ്. അതായത് മിഡിൽ നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ 4 6 ആണല്ലോ ഏറ്റവും അവസാനം മിഡിലായിട്ട് വരുന്നത്. പക്ഷെ 4 6 മിഡിൽ എന്ന് പറയുമ്പോൾ 4 6 മിഡിൽ വരുന്നത് ഏതാണ്? ഏതാ വരിക? 5. അപ്പൊ ഇതിന്റെ ശരാശരി എത്രയാ? ഇനി നിങ്ങൾക്ക് ഒറ്റ ഡൗട്ടും വേണ്ട, ഇതിന്റെ ശരാശരി എത്രയാ? 5 ആണ്. ഓക്കെ, മിഡിൽ നമ്പർ അറിയെങ്കിൽ മിഡിൽ നമ്പർ ആണ് പോയി ശരാശരി. ഇനി മിഡിൽ നമ്പർ അറിയില്ല, അപ്പൊ നിങ്ങൾ നോക്കുക സീരീസോ അല്ലെ തുടർച്ചയായിട്ടുള്ള സംഖ്യകളോ ആണോ? ആണ്, സീരീസ് ആണ്. ഇത് 2 4 6 8 കറക്റ്റ് ആയിട്ട് പോകുന്ന ഒരു സീരീസ് ആണ്. അപ്പൊ ഏത് എങ്ങനെ കൂട്ടിയാൽ മതി? ആദ്യത്തെ നമ്പറോ അവസാനത്തെ നമ്പറോ, ചെറുതും വലുതും കേട്ടോ. ഒന്നെങ്കിൽ ആദ്യത്തെ പ്ലസ് അവസാനം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, അല്ലെ ചെറുത് പ്ലസ് വലുത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ 2 + 8 കൂട്ട് 2 കൊണ്ടായിരിക്കും. അപ്പൊ എത്ര ഉണ്ടാവും ഇത്? 10/2. 5. അങ്ങനെ 2 മെത്തേഡ് നിങ്ങളിവിടെ പഠിച്ചേ. ഓക്കെ, ശരാശരി കാണുന്ന 2 മെത്തേഡ് പഠിച്ചു. ചില കേസിൽ ഈ മെത്തേഡ് ശരാശരി ആയിക്കില്ല നിങ്ങൾക്ക് കാണാൻ ചോദിക്കുക. ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ഇതിന്റെ തുക കാണാനായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പൊ തുക കാണുന്നത് നിങ്ങൾക്ക് അറിയാം. തുക കാണുന്ന എങ്ങനെയാ? സമ്മ് കാണുന്നത് ഇപ്പോ ശരാശരിയും എണ്ണം കൂടി ഗുണിച്ചാൽ മതി. ശരാശരിയും എണ്ണവും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? തുക കിട്ടും. അപ്പൊ ഇവിടുത്തെ തുക കാണാൻ നിങ്ങൾ 2 4 6 8 കൂട്ടേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ശരാശരി 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? എണ്ണം 5 × 4 20 കിട്ടും. കൂട്ടിക്കഴിഞ്ഞാലും കിട്ടും, അത് വേറെ കാര്യം. ക്ലിയർ ആണേ? എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. 1 + 2 + 3 + എക്സെട്ര + 50 സമം എന്ന് ചോദിച്ചാൽ ഒന്ന് കണ്ടുപിടിച്ച നിങ്ങൾ ശരാശരി മെത്തേഡിൽ ഒന്ന് കണ്ടുപിടിച്ച. ഇനി പല മെത്തേഡുകളുണ്ട്, നിങ്ങൾക്ക് വേറെ മെത്തേഡിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ശരാശരി മെത്തേഡിൽ നിങ്ങളൊന്ന് കണ്ടുപിടിക്കും. കാരണം ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മൈൻഡിൽ ഉറക്കണം. ശരാശരി 25.5. യെസ്, ശരാശരി കിട്ടി. പിന്നെ തുക കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. 5 × 50. ഈ തുക കാണാൻ വേറെ ഒരു ഇക്വേഷൻ ഇല്ലേ? അങ്ങനെ എന്തോന്ന് ഉണ്ട്. n × n + 1/2 എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആദ്യത്തെ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയെങ്കിൽ, ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് അറിയെങ്കിൽ ഈ ഇക്വേഷന്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്തത് നിങ്ങൾ ഓരോ ഇക്വേഷൻ ആയിട്ട് പഠിക്കും പലപ്പോഴും. ഇപ്പം ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ, പിന്നെ ഓഡ് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞ n² / 2,
അങ്ങനെയൊക്കെ പല ഇക്വേഷൻസ് പഠിക്കട്ടോ. അതിന്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. നമുക്ക് പല ഇക്വേഷൻസും ഈ കൺസെപ്റ്റ് ഈ ഒറ്റ കൺസെപ്റ്റ് ചെയ്യാൻ പറ്റും ഈ സാധനങ്ങൾ ഫുള്ളായിട്ട്. ഓക്കെ, അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ PDF ആണെങ്കിൽ ഞാൻ ഇട്ടുതരാം. ഇതിൽ വരുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ. ഇതിന്റെ താഴോട്ട് ഇതാ ആദ്യത്തെ എണ്ണ സംഖ്യയുടെ ശരാശരിയാണ് ഇത്. തുക എന്ന് പറയുമ്പോൾ n×n+1/2 വരും. ഓക്കെ, ശരാശരി എന്ന് പറയുമ്പോൾ അതിന് എണ്ണം ഉണ്ടായിരിക്കുമ്പോൾ അങ്ങനെ മാറി വരുന്നതാണത്. അത് പോട്ടെ, 1 മുതൽ 50 വരെയുള്ള അതിന്റെ തുക അങ്ങനെ കിട്ടും. അപ്പൊ നിങ്ങൾ ആദ്യം ശരാശരി കണ്ടുപിടിക്കാം. പെട്ടെന്ന് ശരാശരി കിട്ടുമല്ലോ. 25.5 കിട്ടും. അതായത് ഒന്നെങ്കിൽ മിഡിലുള്ള, നിങ്ങൾക്ക് മിഡിലുള്ള പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ ഏറ്റവും ചെറുതും വലുതും കൂട്ടുക, രണ്ടും കൊണ്ടായിരിക്കുക. അപ്പൊ 51-ന് 2 കൊണ്ടായിരിക്കുക. അപ്പൊ എത്ര ഉണ്ടാവും? 25.5. ക്ലിയർ ആണേ? ഇനി തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ശരാശരി ഇൻറ്റു എണ്ണാണ് തുക. അപ്പൊ ശരാശരി നമുക്ക് ഓൾറെഡി കിട്ടി 25.5 ഇൻറ്റു എണ്ണം എന്ന് പറയുന്നത് ഇവിടെ എത്ര ഉണ്ട്? 1 മുതൽ 50 വരെ എത്ര? 50. ഓക്കെ, അപ്പൊ ഇത് ഗുണിച്ചാൽ മതി. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 5 × 5 25. 5 × 25 2 27, 2 × 10 12 അല്ല 1275 എന്ന് കിട്ടും. ഗുണിക്കണേ, നിങ്ങൾ ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ പഠിച്ചാണ്, ഗുണിച്ചിട്ട് ചെയ്യണം. 1275 ഇതിന്റെ തുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് കിട്ടിയാലോ? എന്താ ഞാൻ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ന് പറഞ്ഞത്, തുടർച്ചയായ അല്ലെങ്കിൽ സീരീസ് ആയിട്ട് എപ്പോഴെങ്കിലും സംഖ്യകൾ തന്നിട്ട് അതിന്റെ തുകയോ ശരാശരിയോ ചോദിച്ചാൽ ഈ 2 പോയിന്റ് നിങ്ങൾക്ക് മൈൻഡിൽ വരണം. ശരാശരി കാണാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ ആ ചെറിയ സംഖ്യ, അതിലുള്ള ഏറ്റവും ചെറുത് സംഖ്യ, വലുത് സംഖ്യ, അല്ല ആദ്യത്തെ സംഖ്യ അവസാനത്തെ സംഖ്യ, അങ്ങനെ തന്നെയായിരിക്കും അത് വരിക. ആദ്യത്തെ സംഖ്യ അവസാന സംഖ്യ അത് കൂട്ടി 2 കൊണ്ടായിരിക്കുക. ഓർ നടുവിലുള്ള സംഖ്യ ആയിരിക്കും, മിഡിൽ നമ്പർ ആയിരിക്കും എന്ത് അതിന്റെ ശരാശരി എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിലുള്ള ഏകദേശ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. ഈ 2 കൺസെപ്റ്റ് ഉണ്ടാൽ മതി. പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസപ്പെട്ട ഒരു മോഡൽ വരുന്നുണ്ട്, 1-2 മോഡൽ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആദ്യത്തെ 5 എണ്ണത്തിന്റെ ശരാശരി തരും, പിന്നെ അടുത്ത 5 എണ്ണത്തിന്റെ ശരാശരി തരും, എങ്കിൽ 6ാമത്തെ സംഖ്യ ഏത് എന്നുള്ള ഒരു ടൈപ്പ് മോഡൽ. അത് നിങ്ങൾക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രീവിയസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞുതരാം അങ്ങനെ ചെയ്യാന്നുള്ള. സാറേ ഹലോ, പറഞ്ഞോ. സംശയം ചോദിക്കട്ടെ? അപ്പൊ ഇപ്പൊ തുടർച്ചയായി ഇപ്പൊ 10 കുട്ടികൾ മുന്നിൽ നിൽക്കുന്നു, അപ്പൊ നടുക്ക് നിൽക്കുന്ന കുട്ടി ഏത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ടല്ലോ. പുറകിൽ നിന്ന് രണ്ടാമത്, മുമ്പിൽ നിന്ന് അഞ്ചാമത്, അങ്ങനെ. അതല്ല, അത് പിന്നെ നിങ്ങൾക്ക് പൊസിഷൻ ആണ്. അത് റീസണിങ് സെഷൻ ആണ് കേട്ടോ. അത് ഈ ടൈപ്പ് അല്ല. അതായത് ഒരു ക്യൂവിൽ നിൽക്കുന്ന ടൈപ്പ് അല്ലേ നിങ്ങൾ പറയുന്നത്? അല്ല, ഒരു ക്യൂവിൽ ഇപ്പോ അനിൽ മുമ്പിൽ നിന്ന് 12ാമതും പിന്നിൽ നിന്ന് 8ാമതുമാണ്. ആ ടൈപ്പ് അല്ലേ ചോദിക്കുന്നത്? അതെ. അല്ലല്ല, അത് പൊസിഷൻ, അത് റീസണിങ് സെഷൻ ആണ്. അത് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് ഇത് നമുക്ക് പിന്നെ എന്താണ്, ഇത് പ്യുവർ മാത്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആവറേജ്, തുക കാണുന്നത്, ശരാശരി കാണുന്നത്. മറ്റേത് പൊസിഷൻ എവിടെയാണെന്ന് കാണുന്നതാണ്. അത് റീസണിങ് സെഷൻ ആണ്. അത് ഇതും തമ്മിൽ ബന്ധമില്ല, അത് വേറെ തന്നെയാണ് സാധനം. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മൾ ലാസ്റ്റിൽ തൊട്ട് എടുക്കും. ലാസ്റ്റിൽ ക്ലോക്ക്, കലണ്ടർ ഒക്കെ കാര്യം വരും. ആ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. അത് ഇതല്ല, അത് ഇതുമായിട്ട് ബന്ധമില്ല. നോക്കേ, ഇതൊക്കെ ഇതിൽ അറിയെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പൊ ചെയ്യണമെന്നില്ല. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യാം, എടുത്ത് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം, ഓരോന്നായിട്ട് ചെയ്യാം നമുക്ക്. ആദ്യത്തത് ആവറേജ് അല്ല, 2. നോക്കേ, 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. 12ാമത്തെ നിങ്ങൾ ആൻസർ പറയണേ. നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്തിട്ട് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, അത് പ്രശ്നമില്ല. 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. പറഞ്ഞോ, ചെയ്ത് കിട്ടിയവർക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നോക്കും. 9. 5 സി. എല്ലാവരും ചെയ്തോ?
അപ്പോ ഇത് നോക്കി, ഇതിൽ നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ കൺസെപ്റ്റ് അല്ലെ, 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യ. അപ്പൊ ഏതൊക്കെ വരും? അത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം. ഞങ്ങൾ ജസ്റ്റ് തുടക്കത്തിൽ ഒന്ന് എഴുതി വെക്കുക, അവസാനം ഒന്ന് എഴുതി വെക്കുക. 1 വരും, പിന്നെ 3, 5 എക്സെട്രാ പോയിട്ട് എത്ര വരെ? 100 പോവാ? 99 സംഖ്യകളാണ് 99 വരെ. 99 വരെ. നമുക്ക് 100 വരെയുള്ള ഒറ്റ സംഖ്യ എന്നല്ല അവർ പറയുന്നത്. അപ്പൊ 1 ഒറ്റ സംഖ്യയാണ്, പിന്നെ വരുന്ന ഒറ്റ സംഖ്യ 3 ആണ്, പിന്നെ അടുത്ത 5 വരും, പിന്നെ 99 വരും. 99 100 വരില്ല, കാരണം 100 ഒറ്റ സംഖ്യ അല്ലേ, ഒറ്റ സംഖ്യ. എന്താ ക്ലിയർ ആയില്ല? അല്ല 100 വരെ എന്ന് പറയുമ്പോൾ 99 വരെയല്ലേ വരൂ? 99 വരെ. ആണല്ലോ. അതെ. അപ്പൊ നോക്ക്, ഇവിടെ നോക്കിയാ 1, 3, 5 മുതൽ 99 വരെയുള്ള ശരാശരിയാണ് കാണേണ്ടത്. തുടർച്ചയായ ഒരു സീരീസ് ആണ് വരുന്നത്. എന്ത് ചെയ്താൽ മതി? ഏറ്റവും ചെറുതും ഏറ്റവും വലുതും കൂട്ടുക. അപ്പൊ എത്ര വരും? 1 99 കൂട്ടുക. എത്ര ഉണ്ടായിരിക്കുക? 2 ഉണ്ടായിരിക്കും. അപ്പൊ 100/2 എത്രയാ? 50. ഓക്കെ, കിട്ടിക്കല്ലോ? എല്ലാരും കിട്ടിക്കല്ലോ? ഇനി ക്വസ്റ്റ്യൻ, 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ ഇപ്പൊ അത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട്? അപ്പൊ എന്താ ചെയ്യുന്നത്? നിങ്ങള് ശരാശരി 50 കിട്ടി, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. 1 മുതൽ 100 വരെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. 50. 1 മുതൽ 100 വരെ എത്ര എണ്ണം ഉണ്ടാവും? അത് സിമ്പിൾ ആണ്, നിങ്ങൾ നോക്കിയാൽ മതി. നോക്ക്, ഇവിടെ ഇപ്പം ആദ്യത്തെ 5 വരെ എത്ര എണ്ണം വന്നു? 3 എണ്ണം. അടുത്ത 7. ഓക്കെ, എത്ര എണ്ണം വരൂ ഇങ്ങനെ പോയാല്? അതായത് അത് ഞാൻ പ്രോഗ്രഷൻ വരുന്ന സമയത്ത് പറഞ്ഞുതരാം. അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. 2n+1 എന്നുള്ള രീതിയിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ള കണ്ടുപിടിക്കുന്നത്. അതായത് 99 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്നുള്ള. ഞാൻ ഇതിന്റെ ഇടക്ക് കാര്യം പറയുന്നില്ല. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുള്ളായിട്ട് ചെയ്യാനുണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം എത്ര എണ്ണം ഉണ്ടെന്നുള്ള കണ്ടുപിടിക്കുന്നത്. അത് അത് വെച്ചിട്ട് ചെയ്യാം. ഒറ്റ സംഖ്യകളുടെ ആണ്. n+1/2 അല്ല. n+1/2 എന്തിനാണ്? എണ്ണൽ സംഖ്യകളാണ്. n×n+1/2. ഒറ്റ സംഖ്യകളുടെ n²/2 ആണ്. ഓക്കെ, ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. നല്ല കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചോണേ. കാരണം ഇക്വേഷൻസ്, ഇതിനൊക്കെ പല ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണാം. പക്ഷെ ഒറ്റ ഇക്വേഷൻസ് വെക്കാണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇക്വേഷൻ പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതിൽ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മെത്തേഡ് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കണം. എന്തായാലും പ്രോഗ്രസ് എടുക്കുമ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അടുത്ത 50. നോക്കാം. 40ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പരീക്ഷ 4 വിഷയങ്ങളുടെ ശരാശരി സ്കോർ 89 ആണ്. 5ാമത്തെ വിഷയത്തിന്റെ സ്കോർ കൂടി ചേർത്തപ്പോൾ ശരാശരി എത്രയായി? 90 ആയി. എന്നാൽ 5ാമത്തെ വിഷയത്തിന്റെ സ്കോർ എന്ത്? ഇതൊരു കോമൺ മോഡലാണ് കേട്ടോ. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു മോഡലാണ്. പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ആളുണ്ട്. എത്രയെങ്കിലും എണ്ണത്തിന്റെ തരും. ഇപ്പൊ 4 എണ്ണത്തിൻ്റെത്, എന്നിട്ട് 5ാമത്തെ സ്കോർ എത്ര? അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി തൂക്കം ഇത്ര തരും. പിന്നെ ടീച്ചറുടെ തൂക്കം കൂടി ചേർത്തപ്പോൾ ഇത്രയായി. എങ്കിൽ ടീച്ചറുടെ വെയിറ്റ് എത്ര? അങ്ങനെ ഒന്നും കൂടി ചേർത്തിട്ട് എത്ര എന്നുള്ളതാണ് ഇതിൽ ചോദിക്കുക എപ്പോഴും. ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങൾ എന്താ ചെയ്യുന്നത് അറിയാം? 2 തുകകൾ തമ്മിലുള്ള വ്യത്യാസം, അതായിരിക്കും എന്ത്? ആ പുതിയ വന്ന ഒരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? ഇവിടെയാണെങ്കിൽ എന്താ? പുതിയ വന്ന വിഷയത്തിന്റെ മാർക്കാണ്. ഇപ്പൊ ക്ലാസ്സിലെ കുട്ടികളുടെ വെയിറ്റ് എടുക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ പുതിയത് വന്ന ടീച്ചറുടെ വെയിറ്റ് ആയിരിക്കും പുതിയതായിട്ട് വരുന്നത്. അപ്പൊ ആ പുതിയ വന്നതിന്റെ സ്കോർ അല്ലെങ്കിൽ അതിന്റെ തുക അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ ചെയ്യണമെന്ന് അറിയാം നിങ്ങള്? ഏറ്റവും കൂടുതൽ അതിന്റെ തുക കാണും. നിങ്ങൾക്ക് ഇപ്പൊ ശരാശരി തന്നിട്ടുണ്ട് 2 2ന്റെ തുകകൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. ഓക്കെ, എന്താ പറഞ്ഞ? 2ന്റെ തുകകൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും എപ്പോഴും വരിക. അപ്പൊ നിങ്ങൾ നോക്കി, 4 വിഷയങ്ങളുടെ ശരാശരി എത്രയാ? അപ്പൊ 4 വിഷയങ്ങളുടെ തുക എത്രയാ? 89/4. 89/4. അപ്പൊ 89/4 ചെയ്താൽ എത്ര ഉണ്ടാവും? 76. 32 35 അല്ലേ?
3 ബാക്കി 4 32 3 35 356 അല്ലേ 356. 356. അപ്പൊ 4 വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തുക കിട്ടിയ 4 വിഷയങ്ങളുടെ ആകെ സ്കോറാണ് ഈ തന്നിരിക്കുന്നത് 356. ക്ലിയർ ആണേ? അപ്പൊ 4 എണ്ണത്തിന്റെ തുക അല്ലെങ്കിൽ സ്കോർ ആകെ സ്കോർ കിട്ടി. ഇനി 5 എണ്ണത്തിന്റെ പറഞ്ഞേ. 5 × 90. 5 × 90, അതായത് 90 × 5 ചെയ്താൽ മതി. അപ്പൊ 5 എണ്ണത്തിന്റെ കിട്ടി. 450. അപ്പൊ എത്ര കിട്ടും? 9 × 5 45. നോക്കി, ഇത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ആ പുതുതായിട്ട് വന്ന 5ാമത്തത്. ഓക്കെ, ക്ലിയർ ആണേ? മനസ്സിലാക്കണം. ഇതൊരു നല്ല മോഡലാണ്, ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു ടൈപ്പ്. അപ്പൊ 2ന്റെ കാണേണ്ടത് എപ്പോഴും 2ന്റെ തുക അല്ലെങ്കിൽ സമ്മ് കാണുക, ആ വ്യത്യാസം നോക്കുക. അപ്പൊ 450 356 തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് എന്താ? 450 356 കുറച്ച് നോക്കിയാൽ മതി, ഇപ്പൊ വ്യത്യാസം കിട്ടും. 94. 6 4 10, പിന്നെ 9 ഉണ്ടാവും. 9 1 10 15, അത്രയേ ഉള്ളൂ. 94. ആൻസർ എത്രയാ? 94. നോക്കി, ഇതെല്ലാവർക്കും കിട്ടിയോ നോക്കിയേ. അപ്പൊ ഇതിന്റെ ട്രിക്ക് എങ്ങനെയാ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്? എന്താ? എപ്പോഴും 2 ശരാശരി തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. 2 ശരാശരി തന്നിട്ടുണ്ടാവും. ഇപ്പൊ 4 വിഷയങ്ങളുടെ ശരാശരി, 5 വിഷയങ്ങളുടെ ശരാശരി. എന്നിട്ട് ചോദിക്കുന്നത് ശരാശരി അല്ല ചോദിക്കുക, പിന്നെ ഏതെങ്കിലും ഒന്നിന്റെ സ്കോർ ആണ് ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ, ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുണ്ട്. 10 കുട്ടികളുടെ ശരാശരി ഭാരം എന്താണ്? 30 ആണ്. ഓക്കെ, ടീച്ചറുടെ ഭാരവും കൂടി കൂട്ടിയപ്പോൾ ശരാശരി 35 എങ്കിൽ ടീച്ചറുടെ വെയിറ്റ് എത്ര, അല്ലെ ഭാരം എത്ര? അങ്ങനെ ചോദിച്ചാല് എപ്പോഴും കാണേണ്ട ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, 2 തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണ് എപ്പോഴും ആ വെയിറ്റ് എന്ന് പറയുന്നത്. കാരണം ഒറ്റൊന്ന് കൂട്ടിയിട്ടല്ലേ വരുന്നത്. ഇപ്പൊ ക്ലാസ്സിലെ കുട്ടികളുടെ ഒപ്പം ഒരു ടീച്ചറുടെ വെയിറ്റ് കൂടി കൂട്ടിയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. അല്ലാതെ കുറെ എണ്ണത്തിന്റെ കൂട്ടിയിട്ടൊന്നും അങ്ങനെയൊന്നും ചോദിക്കില്ല. അങ്ങനെയൊന്നും ഒരു മോഡൽ ഇല്ല ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ അങ്ങനെ ഒന്ന് കൂടുമ്പോൾ, ഇപ്പൊ 4 വിഷയങ്ങൾ ഉണ്ടായിരുന്നു, 5 എണ്ണം, അല്ലെങ്കിൽ 10 എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു, 11ാമത് ഇതും കൂടി ചേർത്തപ്പോൾ ശരാശരി എന്നതായി. ഓക്കെ, കിട്ടുമല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ചെയ്യേണ്ടത് എന്താ? 2ന്റെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ അതായിരിക്കും എന്ത് നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. നോക്കാം, അങ്ങനത്തെ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതില്. അടുത്തത് 60. നിങ്ങൾ ക്ലിയർ ആകുന്നില്ലേ പറയണേ. ഞാൻ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിലും ഒക്കെ പറയണം കേട്ടോ. നിങ്ങള് ഒന്നും പറയാത്തതുകൊണ്ട് എനിക്ക് ക്ലിയർ ആകുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മോഡൽ. ഓക്കെ, ഇതാണ് ഇതിലെ കുറച്ച് ആളുകൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ മനസ്സിലാവാത്ത ഒരു ടൈപ്പ് മോഡൽ ഇതാണ്. പക്ഷെ ഇത് വളരെ എളുപ്പമാണ്, നമ്മൾ ക്ലിയർ ആയാലും പെട്ടെന്ന് കഴിയും. ഓക്കെ, ഇത് പറയട്ടെ, ഇതൊന്ന് നോക്കി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇതിൽ നമുക്ക് എല്ലാ രീതിയിൽ തന്നെ ഇല്ലേ? എത്ര പേരുണ്ട് ഇപ്പം? അപ്പൊ എന്താ പറഞ്ഞത്? 11 സ്കോറുകളുടെ ശരാശരി 55ആണ്. ഓക്കെ, സ്കോർ എന്ന് വെച്ചാൽ മാർക്ക്, അങ്ങനെ ഉദ്ദേശിച്ചാൽ മതിയേ, എന്തെങ്കിലും ആവട്ടെ. പിന്നെ എന്നിട്ട് പറയുന്നുണ്ടോ, ഇവയിൽ ആദ്യത്തെ 6 സ്കോറുകളുടെ ശരാശരി 49, അവസാനത്തെ 6 സ്കോറുകളുടെ ശരാശരി 52ആയാൽ 6ാമത്തെ സ്കോർ എത്ര? റെഡി? അപ്പൊ എപ്പോഴും ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. എങ്ങനെ ടോട്ടൽ ഒരു നമ്പറിങ് തരും, ഒരു നമ്പർ. ഇപ്പൊ 11 എണ്ണം, എന്നിട്ട് ആദ്യത്തെ 6, അവസാനത്തെ 6. ക്ലിയർ ആണേ? ഇനി അടുത്തത് ചിലപ്പോൾ 15 ആയിരിക്കും തരിക. 15 ആളുകളുടെ ശരാശരി ഭാരം എന്ന് പറഞ്ഞിട്ട് തരും. ആദ്യത്തെ 8 ആളുകളുടെ ഭാരത്തിന്റെ ശരാശരി ഇന്നതും, അവസാനത്തെ 8 ആളുകളുടെ ഭാരത്തിന്റെ ശരാശരി ഇന്നതും. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കണ്ടോണേ നിങ്ങള്. ഇത്രയും ആയാൽ 6ാമത്തെ സ്കോർ എത്ര എന്നാ ചോദിക്കുക. അതായത് ആ മിഡിൽ നമ്പർ വരുന്ന ഒരാളില്ലേ, ഇപ്പൊ 11 സ്കോർ നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാല് അതിന്റെ നടുവിൽ എത്തുന്ന ഏതായിരിക്കും? 6ാമത്തെ സ്കോർ ആയിരിക്കും. അങ്ങനെ മിഡിലുള്ള ആളെ ചോദിച്ചാലേ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ക്വസ്റ്റിന്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പൊ എപ്പോഴും ചോദിക്കുന്നത് എന്തായിരിക്കും? ആ ഒരു 6ാമത്തെ സ്കോർ എത്ര എന്ന രീതിയിലേക്ക് എപ്പോഴും ചോദിക്കാം. ഇത് നമ്മളിപ്പോ തൊട്ട് മുന്നേ പഠിച്ച പോലെ തന്നെയുള്ള ഒരു മോഡൽ. ഇതും എന്താ ചെയ്യുന്നത് അറിയാം നിങ്ങള്? തുകയിന്ന് എന്ത് കുറക്കുവാണ്? തുക കുറക്കുവാണ് ചെയ്യുക. നമ്മളിപ്പോ നേരത്തെ ചെയ്തില്ല തൊട്ട് മുന്നിലേ. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, എത്ര ശരാശരി തന്നിട്ടുണ്ട്? ആദ്യം എല്ലാത്തിനും കൂടിയുള്ള ശരാശരി
പിന്നെ ആദ്യത്തെ 6 എണ്ണത്തിന്റെ ശരാശരി, പിന്നെ അവസാനത്തെ 6 എണ്ണത്തിന്റെ ശരാശരി. ഓക്കെ, ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോളെ, ഞാൻ ഇവിടെ ചെയ്യാണ്, ഓരോന്നോരോന്നായിട്ട് ചെയ്യണേ. ഇതാണ് ആ 11 എണ്ണം. ഏത് 1, ഇത് ക്ലിയർ ആണ്, ഇത് നോക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ ഈ ഒരു കാര്യത്തിൽ തന്നെ കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11. ഇതാണ് 11 സ്കോറുകൾ. അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിലൊക്കെ സ്കോർ കിടക്കുന്നുണ്ട് കേട്ടോ. എത്രയോ നമ്പർ കിടക്കുന്നുണ്ട്. നമ്പർ എത്രയാണെന്നൊന്നും അവർ പറയുന്നില്ല നമ്മളോട് ആകെ പറയുന്ന ഒരു കാര്യം, ആദ്യത്തെ പോയിന്റ് എന്നാ അറിയോ ഇതിൽ പറയുന്നത്, 11 സ്കോറുകളുടെ ശരാശരി തരുന്നുണ്ട് 55 11 സ്കോറുകളുടെ ശരാശരി എന്ന് വെച്ചാൽ എത്ര ഉണ്ടാവും? ഇത് മൊത്തത്തിന്റെ തുക 605. തുക കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ശരാശരിയും സ്കോറും, ശരാശരിയും എണ്ണവും കൂട്ടിയാൽ മതി. അപ്പൊ ശരാശരിയും എണ്ണവും കൂട്ടിയാൽ നിങ്ങൾ തുക എന്ന് പറയുന്നത് ശരാശരി ഗുണിക്കണം ഇൻറ്റു എണ്ണമാണ്. അപ്പൊ ആദ്യം ആ 11 എണ്ണത്തിന്റെ തുക എന്ന് പറയുന്നത്, അതായത് 11 എണ്ണവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ ശരാശരി എത്രയെന്ന് തന്നത് 55. അപ്പൊ 55 ഇൻറ്റു 11 എത്ര ഉണ്ടാവും? 55 ഇൻറ്റു 11 ചെയ്താല് ഇവിടെ ഒരു 5. ഓക്കെ, അപ്പൊ എത്ര കിട്ടോ? 605. ഓക്കെ, ഇത് നോക്കണ്ടേ, ഞാൻ ഗുണിച്ചത് അത് 605 എന്നത്. അപ്പൊ എന്താ ഇപ്പൊ കിട്ടിയത്? എന്താ 11 എണ്ണത്തിന്റെ ടോട്ടൽ തുക കേട്ടോ. ടോട്ടൽ തുക എന്ന് വെച്ചാൽ എന്താ, ഇതിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 11 എണ്ണവും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഏത്? ഈ 605 എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താ നോക്കി നിങ്ങൾ. അടുത്ത രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിൽ ആദ്യത്തെ 6 സ്കോറുകളുടെ ശരാശരി 49. അപ്പൊ ആദ്യത്തെ 6 എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് ഇപ്പം കണ്ടുപിടിക്കാം. ആദ്യത്തെ 6 എന്ന് വെച്ചാൽ എവിടെ വരെ ഉണ്ടാവും? ഇവിടം വരെ ഉണ്ടാവും. നോക്കിക്കോളെ, ഇവിടം വരെ. ഇതില് അപ്പൊ 6ാമത്തെ ആളെ സ്കോർ 55 എഴുതാൻ പറ്റില്ല? ഇല്ല, 6ാമത്തെ ആളുടെ സ്കോർ 55 ചെയ്താൽ പറ്റും. ഇതിലോ ആരുടെ സ്കോർ നമുക്ക് ഇതിൽ മിഡിൽ ആളെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആരുടെ സ്കോർ നമുക്ക് ഈ ഒരു ഫാക്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ല, ഇതില് മിഡിൽ അപ്പൊ 55 അല്ല വരിക? 11 ആൾക്കാരെ സ്കോർ നോക്കുമ്പോ ഇവിടെ നമ്മൾ തുടർച്ചയല്ലോ. ഇവര് ചിലപ്പോ ആദ്യത്തെ ആളുടെ സ്കോർ 1 ആയിരിക്കും, രണ്ടാമത്തെ ആളുടെ സ്കോർ ചിലപ്പോൾ 10 ആയിരിക്കും, മൂന്നാമത്തെ ആളുടെ സ്കോർ ചിലപ്പോൾ 4 ആയിരിക്കും. നമുക്ക് അറിയില്ലല്ലോ ഇതെന്നാന്നുള്ളത്. മറ്റേതൊക്കെ തുടർച്ചയായിട്ടുള്ള നമ്പറാണ്, നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിൽ അറിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ 6 എണ്ണത്തിന്റെ ശരാശരി തന്നിട്ടുണ്ട്. അത് എത്രയാ? 49 അല്ലെ? 6 സ്കോറുടെ ശരാശരി 49. അപ്പൊ അതിന്റെ ടോട്ടൽ എത്രയായിരിക്കും? 6 ഇൻറ്റു 49 550 എന്ന് എത്ര ഉണ്ടാവും? 9 ഇൻറ്റു 6 ചെയ്താല് 54. 5 ബാക്കി 4 6 24 5 29. അപ്പൊ എത്ര കിട്ടും? 294. ആദ്യത്തെ 6 എണ്ണത്തിന്റെ തുകയാണ് 294. ഇനി അടുത്ത ഫാക്ട്, അവസാനത്തെ 6 സ്കോറുകളുടെ ശരാശരി 52. എന്ന് വെച്ചാൽ എന്താ? അവസാനത്തെ 6 എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി നോക്ക്, ലാസ്റ്റ് ഇങ്ങോട്ട് 1 2 3 4 5 6. അതായത് നമ്മളിപ്പോ കൂട്ടിയ ആളില്ലേ, ഇത് ഒന്നുകൂടി ഇതിൽ പെടും. ആ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കൂട്ടിയ 6ാമത്തെ വ്യക്തിയില്ലേ, ഇത് ഒന്നുകൂടി അടുത്ത തുക കാണുമ്പോൾ ഇതിൽ പെടും. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഈ അവസാനത്തെ 6 എണ്ണത്തിന്റെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ഇൻറ്റു 52. ഇത് 6 ഇൻറ്റു 52 ആണ് ഈ ലാസ്റ്റ് എണ്ണത്തിന്റെ തുക. എന്ന് വെച്ചാൽ 2 6 12 6 312. നോക്കൂ, ഇത് ഞാൻ ഇത്രയൊന്നും നിങ്ങൾ എഴുതരുതേ. ഈ സാധനങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. എക്സാം ആണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആകെ കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ആദ്യം ഈ മൂന്ന് തുകയും കാണണം നിങ്ങൾ. അത് വേറെ കാര്യം. ഈ 3 തുകയും കാണണം. അതായത് ആദ്യം എന്ത് കാണോ? ഫുൾ എണ്ണത്തിന്റെ തുക കാണും. പിന്നെ തന്നിരിക്കുന്ന 2 പാർട്ട് ഉണ്ടാവും. ആദ്യത്തെ പകുതി, രണ്ടാമത്തെ പകുതി, അതിന്റെ തുകയും കാണും. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിലെന്താ സംഭവിച്ചെന്ന് അറിയോ? ഈ 605 ആദ്യത്തെ ടോട്ടൽ 605 ഇല്ലേ, ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 605 കിട്ടുമോ? അതായത് എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, 294 312 കൂട്ടിയാൽ 605 കിട്ടൂല്ലോ? ഇല്ല. 605 കൂടുതലായിക്കോ കുറവായിരിക്കോ? എന്റെ ക്വസ്റ്റ്യൻ അതായി. കൂടുതലായിരിക്കൂലേ? കാരണം 2 പ്രാവശ്യം കൂട്ടിയില്ല 6ാമത്തെ ആളെ. 605 കൂടുതലായിരിക്കും. ഏത്? 294 312 കൂട്ടിയാൽ. കാരണം എന്താ? ഈ 6ാമത്തെ ആള് ഒരു പ്രാവശ്യം കൂടി എക്സ്ട്രാ കൂട്ടുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ 6 എണ്ണം കൂട്ടുന്നതിൽ ഇത് പെട്ടിട്ടുണ്ട്, പിന്നെ 6 എണ്ണം കൂട്ടിയപ്പോ ഇത് പെട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒരു പ്രാവശ്യം കൂടുതലായിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം കൂടുതലായിട്ടുള്ളൂ. ക്ലിയർ ആണേ? ഒറ്റ പ്രാവശ്യം കൂടുതലായിട്ടുള്ളൂ. ഇത് കൂടിയപ്പോ, മൊത്തത്തിൽ കൂട്ടിയപ്പോ, ഏത്? ഈ 6ാമത്തെ 6th പൊസിഷനിൽ ഇരിക്കുന്ന ആള്.
അപ്പൊ അതെത്ര ഉണ്ടാവും? 294 പ്ലസ് 312 കൂട്ടുവാണ്. 12. എത്ര ഉണ്ടാവും? 4 ഉണ്ടോ 6, 9 കൊണ്ട് 10, 3 2 5 1 6, 606. 294 ഉണ്ട് 6 9 10. നെക്സ്റ്റ് പൊസിഷനിലുള്ളത് ചെയ്ത തെറ്റില്ലല്ലോ. 1 5 5 5 5 5 മൾട്ടിപ്ലൈ ചെയ്തല്ലോ. മൾട്ടിപ്ലൈ നോക്കി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തതിൽ 11 ഇൻറ്റു 55. 11 ഇൻറ്റു 55 നമ്മൾ ലാസ്റ്റ് ആയി ചെയ്തത്. പിന്നെ 6 ഇൻറ്റു 49 പിന്നെ ചെയ്തത്. പിന്നെ ചെയ്തത് 6 ഇൻറ്റു 52. ആറ് ഇൻറ്റു 52 എന്നുള്ള ചെയ്ത തെറ്റിന് 6 ഇൻറ്റു 312 തന്നെയാണല്ലോ. 6 ഇൻറ്റു 52 കാരണം 5 ഇൻറ്റു 52 തന്നെ. റെഡിയാ. 49 ഇൻറ്റു 6 294 വരിക. അതാ തോന്നുന്നു തെറ്റിയുള്ളത്. അല്ലല്ല, അത് 294 6 ഇൻറ്റു 52 312 തന്നെയാണ്. 312 294 കൂട്ടിയത് 606 തന്നെയാണ്. ഇല്ല, ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇതിന്റെ പോട്ടെ, ഇതിന്റെ ആൻസർ എന്താ? ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതില്. കാരണം മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ മിസ്റ്റേക്ക് അവിടെ എവിടെയോ ആ ഉണ്ടായിരുന്നു. ടോട്ടലിന് സാറേ മറ്റേ 11ന്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുവല്ലേ മൈനസ് ചെയ്യുവല്ലേ ചെയ്യുന്നത്? അതെ, മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻസ് തെറ്റായിരിക്കും. ഓപ്ഷൻസിൽ തെറ്റുണ്ട്. 1 നമ്മുടെ ആൻസർ വരിക ഇതില്. ഇവിടെ നോക്കി, 1 വരെയുണ്ടല്ലോ. 1 606 1 605 അല്ലേ? അപ്പൊ 606 605 മൈനസ് ചെയ്ത 1 1 അതെ നമുക്ക് ഓപ്ഷനിൽ ഇല്ല. അതാണ് ഞാൻ നോക്കിയത്. ഓപ്ഷനിൽ ഒന്നില്ലല്ലോ. നമുക്ക് ഓപ്ഷനിൽ നോക്കിയാൽ 40 46 56 66 ഒക്കെ ഉള്ള 1 ഇതിന്റെ ആൻസർ വരേണ്ടത്. ഇവിടെ നോക്കി, ഇതുവരെ നിങ്ങൾക്ക് ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? നമുക്ക് ആൻസർ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തുതരാം, മറ്റേ PDF ഉണ്ട്. അത് നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഇതില് എന്താ ചെയ്യേണ്ടത്? അപ്പൊ ആദ്യം ഈ മുകളിലുള്ള 294 312 കൂട്ടിയേ. അപ്പൊ അങ്ങനെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 606 കിട്ടി. എന്ന് വെച്ചാല് അതിന്റെ ആ 294 312 കൂട്ടിയപ്പോ അതിൽ എന്ത് വന്നിട്ടുണ്ടായിരുന്നു? 6ാമത്തെ പൊസിഷനിലുള്ളത് 1 അഡീഷണൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ താഴത്തെ എല്ലാത്തിന്റെയും തുക ഇതിൽ നിന്ന് കുറച്ചാൽ, ഈ 606 നിന്ന് കുറച്ചാൽ, അതായത് ഏത് കുറച്ചാല് 605 കുറച്ചാൽ ആ കിട്ടുന്നത് എത്രയാണോ, ഇവിടെ 1 കിട്ടുക, അതായിരിക്കും എന്ത് കിട്ടുന്നത്? ആ നടുവിലത്തെ പൊസിഷനിൽ കിടക്കുന്ന ആള്. ഓക്കെ, നടുവിലത്തെ പൊസിഷനിൽ ഉള്ള നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ നമ്പർ ആയിരിക്കും. അപ്പം ഇതിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വട്ടം വരച്ചിട്ടൊന്നും ചെയ്യരുത്. ചിലപ്പോൾ 15 എണ്ണം എന്നൊക്കെ എഴുതി തരുക. അപ്പൊ 15 വട്ടം ഒന്നും വരച്ചിട്ട് ചെയ്യരുത്. എപ്പോഴും ചെയ്യേണ്ടത് 3 തുക കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് 3 ശരാശരി തന്നിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യനിൽ. അപ്പൊ 3 തുക കണ്ടുപിടിക്കുക. ക്ലിയർ ആണേ? എന്നിട്ട് ആ വലിയ തുകയെന്ന് ഏത് കുറക്കുക? ചെറിയ 2 എണ്ണത്തിന്റെ സമ്മ് കുറക്കുക. അപ്പൊ 294 312 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം എന്ത്? അതിൽ ഒരു പ്രാവശ്യം എക്സ്ട്രാ എന്ത് വന്നിട്ടുണ്ടാവും? നടുവിലുള്ള നമ്പർ വന്നിട്ടുണ്ടാവും. അപ്പൊ അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് എല്ലാത്തിന്റെയും സമ്മായിട്ടുള്ള 1 നമുക്ക് താഴെ തന്നിട്ടുണ്ടാവും, അതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ മതി. ക്ലിയർ ആണേ? അപ്പൊ എപ്പോഴും കണ്ടുപിടിക്കേണ്ട എന്താ കണ്ടുപിടിക്കേണ്ടത്? തുകയെന്ന് എന്ത് കുറക്കണോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം, എന്നാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും കുറേ കൂടി. തുകയാണ് കുറക്കേണ്ടത്. അപ്പൊ ഇവിടെ 2ാമത്തെ തുക എന്ന് പറയുന്നത് ഏതായിരിക്കും? ചെറിയ 2 ശരാശരി എണ്ണങ്ങൾ തമ്മിൽ ഈ തുകകൾ കൂട്ടിയതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾ കാണിച്ചുതരാം, എന്നിട്ട് നിങ്ങൾ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തത്തും. അത് വേണ്ട.
സംഖ്യകളുടെ ശരാശരി. ആ ഇതാ ഇത് കുറെ കൂടി എളുപ്പം. അത്രയൊന്നും ഇല്ല. 3 സംഖ്യകളുടെ ശരാശരി 10. എന്നിട്ട് തന്നിരിക്കുന്ന നമുക്ക് നിങ്ങൾക്ക് അതിൽ ആദ്യത്തെ 2 സംഖ്യകളുടെ ശരാശരി 10ഉം അവസാനത്തെ 2 സംഖ്യകളുടെ ശരാശരി 12ഉം ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കത്തണേ അത് 3 ശരാശരി തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യേണ്ട എന്താണ്? എപ്പോഴും ചെയ്യേണ്ട എന്താ? ചെറിയ 3 തുകയും കണ്ടെത്തി വലിയ എണ്ണത്തിന്റെ തുകയിൽ നിന്നും ചെറിയ എണ്ണങ്ങളുടെ തുകകളുടെ തുക കുറയ്ക്കുക. അതെ അതെ, അത് കൺസെപ്റ്റ് മനസ്സിലാവണേ. നിങ്ങൾക്ക് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തെന്നാ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. എപ്പോഴും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ 2 ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 2 തുക ഇങ്ങനെ കണ്ടുപിടിക്കണം. ഒരു വലിയൊരു തുക ഉണ്ടാവും താഴെ. ക്ലിയർ ആണ്? വലിയൊരു തുക താഴെ ഉണ്ടാവും. അതായത് ഇവിടെ 3 സംഖ്യകളാണ് ഉള്ളത്. അപ്പൊ 3 സംഖ്യയുടെ ശരാശരി 10. അപ്പൊ അതിന്റെ തുക എത്രയായിരിക്കും? 3 × 10. നിങ്ങൾ പറഞ്ഞേ 3 × ഒരു 30. അപ്പൊ ടോട്ടൽ എണ്ണത്തിന്റെ കിട്ടി. ഇനി ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് കാണാനുള്ളത്. ആദ്യത്തെ 2 എണ്ണത്തിന്റെ ശരാശരി 10. അപ്പൊ അതിന്റെ തുക എത്രയായിരിക്കും? അതിന്റെ തുക എത്രയാ? 2 × 10. അപ്പൊ എത്ര വരും? 20. ഇനി അടുത്തതാണ് അവസാനത്തെ 2 സംഖ്യകളുടെ ശരാശരി 12. അപ്പൊ അതിന്റെ തുക എത്ര ഉണ്ടാവും? 2 × 12. അപ്പൊ എന്ന് വെച്ചാൽ 24. 2 × 12 24. അപ്പൊ ഒന്ന് നോക്കിയേ. അപ്പൊ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട എന്താ? ഈ 30 എന്ത് കുറക്കണം? ഈ 2 എണ്ണം കൂട്ടിയെന്ന് കുറക്കണം. അല്ല, ഈ 2 എണ്ണം കൂട്ടിയെന്ന് 30 കുറക്കണം. 20 24 കൂട്ടിയിൽ നിന്ന് ഏത് കുറക്കണം? 4 - 30 14 വരില്ല. യെസ്. അതായത് 20ഉം 24ഉം കൂട്ടുക. എന്നിട്ട് ആ വലിയത് അങ്ങ് ഒഴിവായി കളയായിരുന്നു. അപ്പൊ ഈ മിഡിലിൽ കിടക്കുന്ന ആരാണോ ആ സംഖ്യ ഏതാണോ ഈ പോർഷനിൽ കിടക്കുന്ന മിഡിൽ പോർഷനിൽ കിടക്കുന്ന അത് കിട്ടും. ഓക്കെ ആണ്? അപ്പൊ ഏതൊക്കെ കൂട്ടണോ? 20ഉം 24ഉം കൂട്ടുക. 20 24 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 44. 44 എന്ത് ചെയ്യാ? ആ താഴെയുള്ള ടോട്ടൽ എത്രയാണോ അതങ്ങ് കുറക്കുക. 44 30 കുറക്കുക. 44 30 കുറച്ചാൽ എത്ര കിട്ടും? 16. ഓക്കെ ആണേ? നോക്കി ഇതിന് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യണോ വേണ്ട? നിങ്ങളത് പറഞ്ഞേ. ഒന്നുകൂടെ വേണേ ചെയ്യാം സർ. ഇത് നിങ്ങൾ ചെയ്ത് തന്നാൽ ഇത് കുറച്ചുകൂടി വലുപ്പമുണ്ടല്ലോ. ഇത് ചെയ്തോ. 10 സംഖ്യകളുടെ ശരാശരി 50. ഇത് ചെയ്യണേ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പറയാം. അവസാനത്തെ 6 ക്വസ്റ്റ്യൻ കാണുന്നില്ല. ക്വസ്റ്റ്യൻ കാണുന്നില്ല. ആർക്കും കാണുന്നില്ല ക്വസ്റ്റ്യന്? കാണുന്നില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി കാര്യം നോക്കി നോക്ക്. പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെ. ഇതാണ് എന്റെ മാക്സിമം സൂം. ഇതില് നോക്കട്ടെ. 10 സംഖ്യയുടെ ശരാശരി 50. അതിൽ ആദ്യത്തെ 5 സംഖ്യയുടെ ശരാശരി 6ഉം അവസാനത്തെ 6 സംഖ്യയുടെ ശരാശരി 100. എല്ലാവരും ചെയ്ത് നോക്കണേ. കിട്ടിയായിട്ട് ജസ്റ്റ് കുറച്ചൊരു 100 അയച്ചിട്ടുണ്ട്. സാറേ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാവോ? 10 സംഖ്യകളുടെ ശരാശരി 50. അതിൽ ആദ്യത്തെ 5 സംഖ്യകളുടെ ശരാശരി 60ഉം അവസാനത്തെ 6 സംഖ്യകളുടെ ശരാശരി 50ഉം
ആണെങ്കിൽ അഞ്ചാമത്തെ സംഖ്യ ഏത്? ഓക്കെ, ഒന്നുകൂടി വായിക്കാം. 10 ആ സംഖ്യ കൂട്ടുക, ഒരേ സംഖ്യയല്ലേ കിട്ടുക? 5 × 60 6 × 50. ഓക്കെ ആദ്യത്തെ 5 സംഖ്യകളും അവസാനത്തെ 6 സംഖ്യകളും ആയിട്ടുള്ള ശരാശരി. അതെ അതെ, ഇതില് അവസാനത്തെ 5 സംഖ്യകൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം 10 എണ്ണാണ് ടോട്ടൽ ഉള്ളത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഒന്ന് അവർ ട്വിസ്റ്റ് ചെയ്താണ്. ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ 5 സംഖ്യ എന്ന് പറയാൻ പറ്റില്ല, അവസാനത്തെ 5 സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്നും പെടാണ്ടായിപ്പോ. പിന്നെ നോക്കിയാൽ നിങ്ങൾ 10 എണ്ണം വരച്ചു കഴിഞ്ഞാൽ 5 6 7 8 9 10 എണ്ണായി. ആദ്യത്തെ 5 സംഖ്യ എന്ന് വെച്ചാൽ ഇതാണ്. അവസാനത്തെ 5 എന്ന് വെച്ചാൽ ഇതിലൊന്നും പെടാത്ത ആളായി പോകും പറയുന്നത്. പിന്നെ നിങ്ങൾ അഞ്ചാമത്തെ നമ്പർ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ ഇതില്. ഓക്കെ, അതുകൊണ്ടാണ് അവരെന്ത് ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ 5 സംഖ്യയുടെ ശരാശരി. അതായത് 100 ആൻസർ. ഈ 600 500 കുറച്ച പിന്നെ 100 അങ്ങനെ ആൻസർ കിട്ടും. അതെ അതെ, ആൻസർ 100 തന്നെ. അങ്ങനെ തന്നെ കിട്ടും. നേരത്തെ മെത്തേഡ് സെയിം തന്നെ. മെത്തേഡ് സെയിം തന്നെ കേട്ടോ. മെത്തേഡിൽ ഒരു മാറ്റവും ഇല്ല. ഇത് കാരണം ഇതിന്റെ നടുവിലുള്ള നമ്പർ എന്ന് പറയുമ്പോൾ 6ാമത്തെ സംഖ്യ എന്നാണ്, ഒരു 5ാമത്തെ സംഖ്യ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ നടുവിൽ വരുന്നതെന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്, ആ ഉൾപ്പെടുത്തിയ സംഖ്യ. 2ൽ ഉൾപ്പെട്ടത്, 2 ശരാശരിയിൽ ഉൾപ്പെട്ട സംഖ്യ, അതാണ് 5ാമത്തെ സംഖ്യ. നിങ്ങൾ നോക്കിയാൽ മതി. ആദ്യത്തെ 5 എന്ന് പറയുമ്പോൾ 1 2 3 4 5. ഓക്കെ, അവസാനത്തെ 6 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് തുടങ്ങും. അതായത് ഉൾപ്പെട്ട ആള് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പോസ്റ്റിലുള്ള ആളെ 2 ശരാശരിയിൽ ഉൾപ്പെടുന്നത്. ഏത് സംഖ്യ? 1 2 3 4 5ാമത്തെ നമ്പർ. അതുകൊണ്ടാണ് 5ാമത്തെ സംഖ്യ എന്ന് ചോദിക്കുന്നത്. നേരത്തെ ഒക്കെ ഈവൺ നമ്പർ ആയിരുന്നു തന്നത്, 10 അല്ല. ഇപ്പൊ 9 തന്നാൽ നമുക്ക് എളുപ്പ ചോദിക്കാം. 9 തന്നാൽ ആദ്യത്തെ 5 അവസാനത്തെ 5 എന്ന് ചോദിച്ചാൽ മതി. കാരണം ആ നടുവിലുള്ള ഒരാൾ എന്തായാലും പെടും, ആദ്യത്തെ 5ലും അവസാനത്തെ 5ലും പെടും. പക്ഷെ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യത്തെ 5 അവസാനത്തെ 5 എന്ന് ചോദിച്ചാൽ ഒറ്റ ഒരു നമ്പർ എന്ത് ചെയ്യില്ല, കോമൺ ആയിട്ട് 2ൽ പെടുന്നത് ഉണ്ടാവില്ല. ഓക്കെ, സെയിം മോഡൽ തന്നെ. അപ്പൊ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ ചെറിയ 2 ശരാശരി കാണുക, കൂട്ടുക, എന്നിട്ട് ആ വലുത് അങ്ങ് കുറച്ച് കളയാം മൊത്തത്തിൽ. ക്ലിയർ ആണേ? ഓക്കെ, അപ്പൊ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഞാൻ ആദ്യം വലിയ മൊത്തത്തിലുള്ള അതിന്റെ ശരാശരി കാണാം. 10 സംഖ്യയുടെ ശരാശരി 50. അപ്പൊ ഇതിന്റെ തുക എത്രയാ? 500. 50 × 10 500. 500. ഓക്കെ, ഇനി ആദ്യത്തെ 5 ശരാശരി. അപ്പൊ 5 എണ്ണത്തിന്റെ തുക ഇതാണ്, 3 4 5. 5 × 60. 5 × 60 എന്ന് വെച്ചാൽ 300. ഇനി ആ അവസാനത്തെ 6 സംഖ്യ, അവസാനത്തെ 6 എന്ന് പറയുമ്പോൾ ഇത് വരെ, ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് 6 × 50. ഒന്നും നോക്കണ്ട, ചിലപ്പോൾ സെയിം ആയിട്ട് വരും. ഇത് സെയിം ആയിട്ട് വരുന്നുണ്ടോ? 300. അപ്പൊ ഇത് മൊത്തത്തിലുള്ള ഇതിന്റെ സം എന്ന് പറയുന്നത് 300 300 എത്രയാ? 600 മൈനസ് 600. അതിൽ നിന്നുമാണ് എന്ത് ചെയ്യാൻ? ഈ താഴെ തന്നിട്ടുള്ള ഈ ടോട്ടൽ കുറക്കാൻ. അപ്പൊ അങ്ങനെ കുറക്കുമ്പോൾ ഈ ഒറ്റ ഒരാളെ വ്യക്തിന്റെ മാത്രം, ഈ നടുവിൽ നിൽക്കുന്ന 5ാമത്തെ പൊസിഷനിലുള്ള ആളെ മാത്രം സ്കോർ കിട്ടും. ഓക്കെ, അത് മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് പോയിട്ടുള്ളൂ, 2 എണ്ണത്തിലും കൂടിയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ 500 കുറപ്പാണ്. അങ്ങനെ 500 കുറച്ച് എത്രയായിരിക്കും? 100. ആ 100 ഈ നടുവിൽ 5ാമത്തെ പൊസിഷനിലുള്ള നമ്പർ സംഖ്യ. ഓക്കെ, നാളെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനത്തെ ഇട്ടുതരാം. 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനത്തെ ചെയ്ത് നോക്കണം. പെട്ടെന്ന് കിട്ടും. ഇതിലാകെ നോക്കി നിങ്ങളാകെ 3 മൾട്ടിപ്ലിക്കേഷൻ ഇതിലാകെ ചെയ്യാനുള്ളൂ. ആ സംഭവം ആൻസർ ആയി. അത്രയും സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കത് ആ മെത്തഡാന്നുള്ളത് മനസ്സിലായാൽ മതി ആ ക്വസ്റ്റ്യൻ വരുമ്പോ. ഇതിൽ 69 29 കഴിഞ്ഞാല് 101. ഇതിലൊരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ ഇപ്പൊ, തുടർച്ചയായ ഏത്? ഇതല്ലേ? അല്ല, ഇതില് ഏതോ ഒരു ക്വസ്റ്റ്യൻ കണ്ട് തുടർച്ചയായ ഏതോ സംഖ്യ 13 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 13. അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ ഏതെന്ന് വലിയ സംഖ്യ? ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചതിന്ന് കാണുന്നില്ല ഇപ്പൊ. ആണോ? ഇതല്ല അത്. ഇത് നോക്കി, ഇതിൽ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഈ ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കണ്ട, ഇത് പ്രീവിയസ് ഉള്ള എല്ലാ PSC ക്വസ്റ്റ്യനും കൂടി ഉൾപ്പെട്ടതാ. നമുക്ക് നിങ്ങൾ ഇതില് കേട്ടതിന് ചോദിച്ചത് സാറേ, ഈ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ ഇത് തുടർന്ന് വരുന്ന 5 എണ്ണൽ സംഖ്യയുടെ ശരാശരി. ഇവിടെ നോക്ക്, ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, നിങ്ങൾ കാണുന്നില്ല ഈ ക്വസ്റ്റ്യൻ 40 എഴുതിയ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യയുടെ ശരാശരി 25 ആയാൽ തുടർന്ന് വരുന്ന 5 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ത്? ഓക്കെ,
ഇതാണ് ആ ക്വസ്റ്റ്യൻ. പല മെത്തേഡിൽ ഈ സാധനം ചെയ്യാട്ടോ. കുറേ മെത്തേഡുകളുണ്ട് ഈ ഒരു ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മൈൻഡിൽ ഏത് വരുന്ന ഏതെങ്കിലും ഫസ്റ്റ് വരുന്ന മെത്തേഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ ചോദിക്കും. എന്താണെന്ന് അറിയാം? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യയുടെ ശരാശരി 25 ആയാൽ എന്താണ് ഏറ്റവും വലിയ സംഖ്യ ഏത്? അതും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ തന്നെ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യയുടെ ശരാശരി 25 ആയാൽ അതിൽ വലിയ സംഖ്യ ഏത്, അല്ലെ അതിൽ ചെറിയ സംഖ്യ ഏത്? ആ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയണം. ഈ ക്വസ്റ്റ്യൻ വന്നാൽ വളരെ എളുപ്പമാണ്. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുണ്ട്. ഓക്കെ, ശരാശരി എത്രയാ? 25. അപ്പൊ മിഡിൽ നമ്പർ എത്രയായിരിക്കും? 25. മിഡിൽ നമ്പർ 25. സിമ്പിളാ, കിട്ടി. ഇതിന്റെ മിഡിൽ നമ്പർ കിട്ടി. 25 മിഡിൽ നമ്പർ. തുടർച്ചയായിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് 2 കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വേണം. ശരാശരി കാണാൻ ആദ്യത്തേത് ലാസ്റ്റും കൂട്ടി 2 ഉണ്ടായിരിക്കുക. ഇവിടെ അതിന്റെ കാര്യം ആവശ്യമില്ല. ഇവിടെ നമുക്ക് ആവശ്യം മിഡിൽ നമ്പർ ആയിരിക്കും ശരാശരി, അതായത് 25 ശരാശരി. അപ്പോ നിങ്ങൾ പറഞ്ഞ 5 എണ്ണം ബാക്കിയുള്ള ഏതൊക്കെ ആയിരിക്കും? 26, 27, 28, ഇവിടെ 24, 26, ഇവിടെ 23, ഇവിടെ അല്ലല്ല, ഈ മിഡിൽ നമ്പർ ആവണ്ടേ? 25 മിഡിലായിട്ട് വരണം. ആ രീതിയിൽ കൊടുക്കണം നിങ്ങൾ. ഓക്കെ, തോന്നുന്ന പോലെ അവിടെ ഇടാൻ പറ്റില്ല. 25 മിഡിൽ വെച്ചിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് കൂട്ടി കൊടുത്താൽ മതി, കൂട്ടോ കുറക്കോ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമ്പേഴ്സ്. കിട്ടിയില്ലേ നിങ്ങൾക്ക് നമ്പേഴ്സ്? അപ്പൊ ഇതിലെ വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ എഴുതുക? തുടർച്ചയായ 5 എണ്ണ സംഖ്യയുടെ 27. ആ ക്വസ്റ്റ്യനിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക്. അടുത്ത വരുന്ന ഏതോ ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്നുണ്ട്. ഇനി പറ, അടുത്ത വരുന്ന തുടർന്ന് വരുന്ന 5 എണ്ണ സംഖ്യയുടെ ശരാശരി എന്തായിരിക്കും? തുടർന്ന് വരുന്ന 5 എണ്ണ സംഖ്യ അടുത്ത സംഖ്യ തുടർന്ന് വരുന്നതായിരിക്കും. അത് പറ. 20. ആ തുടർന്നിട്ട് അപ്പൊ എഴുതിക്കൂടെ? 27, 28, 29 ഒക്കെ. 20 അതല്ല, 5 എണ്ണൽ സംഖ്യയുടെ ശരാശരി 25. 28, ഇതാണ് ആ 29. 5 എണ്ണൽ സംഖ്യ. ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇതിനെ തുടർന്ന് വരുന്നത് പറയുന്നത്. അപ്പൊ എത്ര വരും? 28, 29, 30, 31, 32. 31, 32. 32. റെഡി? എത്ര വരും ഇതിന്റെ ശരാശരി പറഞ്ഞ നിങ്ങൾ? 30. ഇതിന്റെ നടുവിലുള്ള ആള് എത്രയാ? 30. എങ്ങനെ സാർ ഒന്നുകൂടി പറഞ്ഞു തരൂ? ആദ്യം നമ്മള് തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളെന്ന് ചോദിച്ചിട്ട് ശരാശരി 25 ആണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം അതിന്റെ നടുവിലത്തെ സംഖ്യ 25. ഓക്കെ, തുടർച്ചയായ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ശരാശരി എപ്പോഴും നടുവിലുള്ള സംഖ്യ ആയിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ ആ 5 സംഖ്യകൾ എഴുതി. 25 നടുവിലാവുന്ന രീതിയിൽ തുടർച്ചയായിട്ട് എഴുതും. അങ്ങനെയാ? 25 കഴിഞ്ഞിട്ട് 26, 27 വരണം. തൊട്ട് പിറകിലായിട്ട് 24, 23 വരണം. അപ്പോഴേ 25 നടുവിൽ വരും. അപ്പൊ ക്വസ്റ്റ്യൻ തന്ന പ്രകാരം ഇതാണ് ആ 5 സംഖ്യകൾ. ഇനി ക്വസ്റ്റ്യൻ തുടങ്ങുന്ന ഇവിടുന്ന് തുടർന്ന് വരുന്ന 5 എണ്ണൽ സംഖ്യ. അപ്പൊ തുടർന്ന് വരുന്ന പറയുമ്പോൾ 27 കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന 5 എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാ? 28, 29, 30, 31, 32. അതിന്റെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ശരാശരി കാണാൻ തുടർച്ചയായിട്ടുള്ള സംഖ്യകളുടെ ശരാശരി കാണാൻ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പോ നടുവിലുള്ള സംഖ്യ മാത്രം എടുത്താൽ മതി. അതിന്റെ നടുവിലുള്ള സംഖ്യ ഏതാ? 30. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതും വലുതും കൂട്ടിയാൽ മതി. എന്നിട്ട് 2 കൊണ്ട് വെച്ചാൽ മതി. 28, 32 കൂട്ടുക 60 കിട്ടും. 2 കൊണ്ട് വെച്ചാൽ 30 തന്നെ കിട്ടും ആൻസർ. ക്ലിയർ ആണേ? അല്ലാതെ നിങ്ങൾ സാധാ മെത്തേഡിൽ ശരാശരി കാണാൻ 28, 29, 30, 31, 32 കൂട്ടി 5 കൊണ്ട് അരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. അതൊക്കെ 2-3 മിനിറ്റ് അവിടെ എടുക്കും. ഇത് നിങ്ങൾക്ക് ഒരു 5-10 സെക്കൻഡ് കൊണ്ട് ഇതിന്റെ ആൻസർ കിട്ടും അവിടെ. 101 കഴിഞ്ഞാൽ 140. ഇത് 50ാമത്തെ ക്വസ്റ്റ്യൻ. അനുവിന്റെ തുടർച്ചയായ 5 പരീക്ഷകളിൽ ലഭിച്ച ശരാശരി സ്കോർ 58 ആണ്. അടുത്ത പരീക്ഷയിൽ എത്ര സ്കോർ ലഭിച്ചാൽ ശരാശരി സ്കോർ 60 ആകും? ഞാൻ പറഞ്ഞു നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ആകെ 2-3 മോഡലുകളേ ഉള്ളൂ. ഈ മോഡൽ നിങ്ങൾക്ക് കത്തണേ. 5 എണ്ണത്തിന്റെ ശരാശരി തന്നിട്ടുണ്ട്. പിന്നെന്താ? അടുത്തതിന്റെ ശരാശരി തന്നിട്ടുണ്ട് 6 എണ്ണത്തിന്റെ ആണല്ലോ. അടുത്ത പരീക്ഷയിൽ എത്ര സ്കോർ ലഭിച്ചാൽ, അതായത് അടുത്ത പരീക്ഷ എന്ന് പറയുമ്പോൾ 6ാമത്തെ പരീക്ഷ. അപ്പൊ 5 എണ്ണത്തിന് തന്നിട്ടുണ്ട്, 6 എണ്ണത്തിന്റെ ശരാശരി തന്നിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ചെയ്യേണ്ട എങ്ങനെയായിരിക്കും? 2 തുകകൾ തമ്മിലുള്ള വ്യത്യാസം.
3 ശരാശരി വരെ നിങ്ങൾ ഓർത്ത് വെക്കണേ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ 3 ശരാശരി തരുമ്പോൾ ആദ്യത്തെ പകുതിന്റെ പിന്നെ രണ്ടാമത്തെ പകുതി ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ 6 എണ്ണത്തിന്റെ ശരാശരി എത്ര? എവിടെ തുക എത്രയാ? ശരാശരിയല്ല തുക 360. ആ 6 എണ്ണത്തിന്റെ തുക എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു അതിന്റെ ശരാശരി 60 ആണ്. 70 അല്ലേ വ്യത്യാസം വരെ? ആ 360. 5 എണ്ണത്തിന്റെ ശരാശരിയോ 5 ഇൻറ്റു എത്രയാ? 58. 290. 58. അപ്പൊ 8 5 40, 25 4 29 290. വ്യത്യാസം എത്രയാ? 360 290 തമ്മിൽ വ്യത്യാസം 70 അല്ലേ? ഓക്കെ, കിട്ടിയില്ല. നമ്മൾ ആദ്യം ചെയ്ത ഒരു മോഡലാണ് ഇത്, ഫസ്റ്റ് ചെയ്ത് 5 എണ്ണത്തിന്റെ തന്ന് 6 എണ്ണത്തിന്റെ ശരാശരി തന്ന് ഇടയിലുള്ള സ്കോർ എത്രയാന്ന് ചോദിക്കുന്ന പോലെ അത്രയേ കത്തണ്ടോ നിങ്ങൾക്ക്. ആ ഒരു മോഡൽ അങ്ങനെ കത്തും, പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. പിന്നെ 140 170 കണ്ടോ? തുടർച്ചയായ 25 എണ്ണൽ സംഖ്യകളിൽ 13ാം സംഖ്യ 35 ആയാൽ സംഖ്യകളുടെ ആകെ തുക എത്ര? മൊത്തത്തിൽ ഈ ക്വസ്റ്റ്യൻ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്ന് തുടങ്ങേണ്ടതെന്നൊന്നും മനസ്സിലാവില്ല. ഫസ്റ്റ് ഈ പോയിന്റ് തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തുടർച്ചയായ 25 എണ്ണൽ സംഖ്യകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓടണം ആ തുടർച്ചയായ 25 എണ്ണൽ സംഖ്യ. അപ്പൊ തുകയും ശരാശരി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടണം അവിടെ. ഓക്കെ, ഈ 25 എണ്ണത്തിന്റെ മിഡിൽ നടന്ന് എത്രയായിരിക്കും? 13 ആയിരിക്കും കേട്ടോ മിഡിൽ. അഥവാ ഇങ്ങനെയുള്ളതിന്റെ മിഡിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ എടുത്ത് നോക്കാം. ഒരു 3 എണ്ണം എടുത്ത് നോക്കാം. 25 എണ്ണൽ ഒറ്റ സംഖ്യയല്ല 25 എന്നുള്ളത്. ഇപ്പൊ 3 എണ്ണം എടുത്ത് നോക്കാം. 3 എണ്ണത്തിന്റെ മിഡിൽ നടന്ന ഏതാ വരുന്നത്? രണ്ടാമത്തെ സംഖ്യ. അതായത് 3നോട് ഒന്ന് കൂട്ടിയിട്ട്, അതായത് 4/2 വരിക. എക്സാമ്പിൾ ഒരു 5 എണ്ണം എടുത്ത് നോക്കാം. നിങ്ങളിവിടെ 5 എണ്ണം മിഡിൽ എത്രയാ വരുന്നത്? എത്രയാ വരുന്നത്? മൂന്നാമത്തെ ആളല്ലേ 5 എണ്ണത്തിന്റെ. അതായത് ടോട്ടൽ എണ്ണം എത്രയാണോ അതിൽ പ്ലസ് 1 ചെയ്തിട്ട് 2 കൊണ്ട് അരിച്ചാൽ മതി. അപ്പൊ മിഡിലുള്ള ആളെ കിട്ടും. ഇവിടെ 5 എണ്ണം ആണെങ്കിൽ 5 + 1 6, 6/2. മൂന്നാമത്തെ പൊസിഷനിലുള്ള ആളായിരിക്കും മിഡിൽ. അല്ലെങ്കിൽ നിങ്ങൾ മൊത്തം വട്ടം ഇട്ടോക്കേണ്ടി വരും, 25 വട്ടം ഇട്ടോക്കേണ്ടി വരും. അപ്പൊ അല്ലെങ്കിൽ ഇവിടെ 25ന്റെ മിഡിൽ എത്ര കാണുക? 25 + 1 26. 26ന്റെ പകുതി എത്രാമത്തെയാ? 13. എപ്പോഴും അത് തന്നെ തരും കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കണ്ട. മിഡിലാണോ അല്ല അപ്പുറത്താണോ ഇപ്പുറത്താണോ തന്നോ? മിഡിൽ തന്നാലേ നമുക്ക് കിട്ടും. 875. അപ്പൊ മിഡിൽ കിട്ടിയല്ലോ. മിഡിൽ എത്രയാ? 13ാമത്തെ സംഖ്യ മിഡിൽ സംഖ്യ കിട്ടി. മിഡിൽ സംഖ്യയാണ് എത്ര? 35. അത് തന്നെയാണ്. അപ്പൊ എന്ത് ശരാശരി. അപ്പൊ സംഖ്യയുടെ തുക എത്രയാ? തുക എന്ന് പറയുന്നത് ശരാശരി ഇൻറ്റു എണ്ണമാണ് തുക. ശരാശരി ഇൻറ്റു എണ്ണം. ശരാശരി നമുക്ക് കിട്ടി 35, എണ്ണം നമുക്ക് കിട്ടി 25. 35 × 25 ചെയ്യാം. റെഡി? ചെയ്തൂടാ? ചെയ്യണേ എത്ര ഉണ്ടാവും? 5 × 25 15 17 10 6 7 5 7 875 അല്ല. ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ല? പറയണോ? ഒന്നുകൂടെ പറയോ സാറേ? ഓക്കെ, അപ്പൊ നോക്ക്. തുടർച്ചയായ 25 എണ്ണൽ സംഖ്യകളുടെ എണ്ണൽ സംഖ്യയിൽ 13ാമത്തെ സംഖ്യ തന്നിട്ട് 35 ഓക്കെ. അപ്പൊ 25 സംഖ്യകളിൽ 13ാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ മിഡിൽ നമ്പർ ആണ് അല്ലെ? തുടർച്ചയാണല്ലോ. തുടർച്ചയായി 25 എണ്ണം തന്നിട്ട് അതിന്റെ മിഡിൽ തന്നാല് അതായിരിക്കും എന്ത് ശരാശരി. അപ്പൊ 13ാമത്തെ സംഖ്യയ്ക്ക് ശരാശരി 13ാമത്തെ സംഖ്യ 35 തന്നിട്ടുണ്ട്. അപ്പൊ ശരാശരി എത്രയാ? 35. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്താ? തുകയാ കാണണ്ടേ. തുക കാണാൻ എന്താ ചെയ്യുന്നത്? ശരാശരി ഇൻറ്റു എണ്ണം. അപ്പൊ 35 × 25. എണ്ണ 25 എണ്ണാണുള്ളത്. തുടർച്ച 25 എണ്ണ സംഖ്യ അല്ല. അപ്പൊ 35 × 25 ചെയ്താൽ 875 കിട്ടും. നോക്കട്ടെ, ഇതോടെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു 1-2 ക്വസ്റ്റ്യൻ ആയിട്ടാ ബാക്കിയുള്ളൂ. ഇത് പറഞ്ഞ ഇതൊന്നും ഇല്ല പറയാൻ.
വേഗം പറ. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇരുപത്തിരണ്ടോ? 23. വലിയ സംഖ്യ ഏതാ നോക്കണം. നല്ല 23. ഓപ്ഷനിൽ നിങ്ങൾ ഏത് സംഖ്യ കണ്ടുപിടിച്ചാലും ഓപ്ഷൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തന്നാല് ചാടിക്കരിയിട്ടൊന്നും എഴുതരുത്. കറക്റ്റ് ആയിട്ട് അയ്യ വലിയ 3 സംഖ്യ തന്നില്ല. ആ 3 സംഖ്യ നിങ്ങൾ എഴുതിക്കോ. എന്നാൽ തന്നെ ചെറുതേതാ വലുതെന്നു മനസ്സിലാവും. അപ്പൊ നോക്ക് ഇവിടെ ഫസ്റ്റ് പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടതാ തുടർച്ചയായ. കേട്ടോ, ആ പോയിന്റ് നിങ്ങൾക്ക് എത്തണം. തുടർച്ചയായ എന്ന് വന്ന അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണോ, ഈ ഒരു സെഷൻ ഓർമ്മ വരണം. തുടർച്ചയായ. അപ്പൊ ശരാശരി കാണാൻ 2 മെത്തേഡ് ഉണ്ട്. അതവിടെ മൈൻഡിൽ വെക്കുക. 3 എണ്ണൽ സംഖ്യയാണുള്ളത്. തുക തന്നിട്ടുണ്ട് 66ആണ്. ഓക്കെ, അപ്പൊ 3 എണ്ണൽ സംഖ്യയുടെ തുക അറിയാം. അപ്പൊ ശരാശരി എത്രയായിരിക്കും? 3 എണ്ണത്തിന്റെ തുക അറിയാം. തുക എല്ലപ്പോ ശരാശരി എന്ന് പറയുന്നത് എന്താ? തുക ഡിവൈഡ് ബൈ എണ്ണയല്ലേ. അപ്പൊ എത്ര വരൂ? 66 ബൈ 3. അപ്പൊ എത്ര കിട്ടൂ? 22. അപ്പൊ തുടർച്ചയായ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ കത്തണം ഈ 22 ആയിരിക്കും എന്ത്? മിഡിൽ നമ്പർ. 3 എണ്ണങ്ങളിൽ മിഡിൽ നമ്പർ 22. അപ്പൊ തൊട്ട ഇടത് സൈഡിൽ ഏതായിരിക്കും? 21. വലത് സൈഡിൽ 23. അപ്പൊ ഇതിൽ വലുത് ഏതാ? 23. ഓക്കെ, അപ്പൊ എന്ത് ചോദിക്കാം? ഞാൻ പറഞ്ഞില്ല, മിഡിൽ സംഖ്യ ഏതാന്ന് ചോദിക്കാം, വലുതേത് ചോദിക്കാം, ചെറുതെന്ന് ചോദിക്കാം. ഓക്കെ, രണ്ടാമത്തെ സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ 22 എഴുതണം. ചെറിയ സംഖ്യ ഏതാന്ന് വെച്ചാൽ 21 എഴുതണം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ 178 അല്ലേ? 178 കഴിഞ്ഞ 185. ഇതാ ഒന്ന് വന്നിക്കിതാ. 5 സെക്കൻഡ് ഉണ്ട് പറയാനിപ്പത്. എത്രയാ എടുത്തു? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കല്ല. 5, 10, 15, 95. 50. 50. ഇതിന് ഇത്രയൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ നോക്കിയേ, ശ്രേണിയാണ് തന്നിരിക്കുന്നത്, സീരീസ് ആണ്. അപ്പൊ സീരീസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞത് അതേ ട്രിക്ക് തന്നെ, തുടർച്ചയായ സംഖ്യകളുടെ അതേ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ മിഡിൽ നമ്പർ കിട്ടണം, അല്ലെങ്കിൽ ആദ്യത്തും ഏറ്റവും ചെറുതും വലുതും കൂടി കൂട്ടിയിട്ട്, ചെറുത് നിറം 5 ആണ്, വലുത് നിറം 95 ആണ്, രണ്ടും ഉണ്ടായിരിക്കുക. അപ്പൊ 5 95 കൂട്ടി കഴിഞ്ഞാൽ 100 ബൈ 2 ചെയ്താല് 50. ഓക്കെ, കിട്ടണേ. നടുവിലെ തപ്പിയിട്ട് പോകണ്ട ഇവിടെ, കാരണം അതിൽ എളുപ്പത്തിൽ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും. നടുവിൽ നോക്കി നടുവിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 തന്നെ കിട്ടുക. 185, 198. നോക്കട്ടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതോടെ കേട്ടതില്ല ചോദിച്ച ഫുൾ ക്വസ്റ്റ്യൻ ആവും. അടുത്ത് 44ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു. തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 38.5. ഈ 8 സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഏതാ കണ്ടുപിടിക്കാൻ പറ്റുക? ശരാശരി 38.5 അല്ലേ? അപ്പൊ 4ഉം 5ഉം സംഖ്യ 38.5 എന്നുള്ളത് നോക്കേ, ഇതൊരു എണ്ണൽ സംഖ്യ. 38.5 ഒരു എണ്ണൽ സംഖ്യ അല്ല. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഏതോ നമ്പർ ഉണ്ട്. ഏതിന്റെ? 38.5ന്റെ ഇടയിൽ, ഏതിന്റെ ഒക്കെ ഇടയിൽ വരുന്നതാ? 38ന്റെയും 30, നിങ്ങൾ പറഞ്ഞേ 38ന്റെ 39ന്റെ ഇടയിലല്ലേ ഇത് വരുന്നത്? 38.5 ആണോ അല്ലയോ? ആണല്ലോ. 38, 39 ആണ് എണ്ണൽ സംഖ്യ. അതിന്റെ ഇടയിൽ വരുന്നതാണ് ഏത്? 38.5.
ക്ലിയർ ആണേ. ഇനി ഇത് വെച്ചിട്ട് ഒരു 8 എഴുതിയാൽ മതി, നിങ്ങൾക്ക് ആൻസർ ആയി. 38 എന്ന് പറയുമ്പോൾ അടുത്ത ഇടത് സൈഡിൽ എത്ര വരും? 37. വലത് സൈഡിൽ എത്ര വരും? 40. 8 എഴുതണേ. 8 എഴുതിയാൽ മതി, നിങ്ങൾക്ക് അത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും നിങ്ങൾക്ക് കിട്ടും. 37. അടുത്ത ഇടത് സൈഡിൽ 36. അടുത്ത വലത് സൈഡിൽ 41. അടുത്ത ഇടത് സൈഡിൽ 5. സൈഡില് 42. എത്ര 8 ഇല്ലേ? 3, 4, 5, 6, 7 അല്ല 4, 5, 6, 7, 8. 8 ഇല്ലോ? 8. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 35. ഇത്രയേ വേണ്ടു, ഇത് എത്രയേ ചോദിക്കുന്നുള്ളൂ. സാധാ മെത്തേഡിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് ആദ്യത്തെ സംഖ്യ എക്സ്, രണ്ടാമത്തെ സംഖ്യ x+1, എട്ടാമത്തെ സംഖ്യ x+7, ഇത് മൊത്തം കൂടി കൂട്ടുക. ഓക്കെ, എന്നിട്ട് എക്സ് കണ്ടുപിടിക്കുക. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ഇവിടെ? അതിന്റെ ആവശ്യമില്ല ശരിക്കും. ആ രീതിയിലൊക്കെ കാണാം, ആ രീതിയിൽ വേണം ഞാൻ പറഞ്ഞു തരും ചെയ്യാം. പക്ഷെങ്കിൽ അന്ന് അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് എല്ലാത്തന്നെ സിമ്പിൾ ആയിട്ട് ഇത് സാധനം കിട്ടും. അവർ 38.5 തന്നിട്ട് നിങ്ങളെ പറ്റിക്കാൻ നോക്കണം. 38.5 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോ? 38.5 മിഡിൽ വരുന്ന രീതിയിൽ ഇടത് സൈഡിലും വലത് സൈഡിലും നമ്പേഴ്സ് എഴുതുക, എണ്ണൽ സംഖ്യയായിട്ട് എഴുതുക. അപ്പൊ 38ഉം 39. കാരണം എന്താ? നിങ്ങൾ പറഞ്ഞ 8 സംഖ്യകളാണല്ലോ. അപ്പൊ ഇതിന്റെ മിഡിൽ എന്ന് പറയുമ്പോൾ ഒരു സംഖ്യ വരില്ലല്ലോ. മിഡിൽ എന്ന് പറയുമ്പോൾ ഈ 2 സംഖ്യകളുടെ മിഡിലാണ് വരിക. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, 8 എണ്ണ സംഖ്യകളുടെ മിഡിൽ എന്ന് പറയുമ്പോൾ. ക്ലിയർ ആണോ? മറ്റേ ഈ മെത്തേഡ് പറയണോ? x+1 x+ എന്നുള്ള വെച്ചിട്ടുള്ള വേണോ? എക്സ് വെച്ചിട്ടുള്ള പറയണോ? ഒന്ന് പറഞ്ഞത് ചിലപ്പോ. നോക്ക്, ഇവിടെ ശരാശരിയും എന്തും തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്. ശരാശരിയും തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്. ശരാശരി എന്ന് വെച്ചാൽ 38.5. എണ്ണം എന്ന് വെച്ചാൽ എത്ര എണ്ണ? 8 എണ്ണം. അപ്പൊ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ തുടർച്ചയായ സംഖ്യകളാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് എടുക്കുക, അടുത്ത ഏത് എടുക്കുക? x+1. ഇങ്ങനെ എടുത്താൽ ലാസ്റ്റിലത്തെ സംഖ്യ x+7 വരും കേട്ടോ. ആണേ, നിങ്ങൾ നോക്കണേ. ആദ്യത്തെ സംഖ്യ എക്സ്, രണ്ടാമത്തെ x+1, മൂന്നാമത്തെ x+2, അപ്പൊ എട്ടാമത്തെ x+7 ആയിരിക്കും അല്ലേ? ഞാൻ ഇങ്ങനെ എഴുതി തരാം. x+2, x+3, x+4, x+5, x+6, 8 സംഖ്യ. അപ്പൊ ശരാശരി എണ്ണം കിട്ടിയ എന്ത് കണ്ടുപിടിക്കൂടാ? ഇതിന്റെ തുക കണ്ടുപിടിക്കാം. തുക എന്ന് പറയുന്നത് എന്താ? 38.5 × 8. അപ്പൊ എത്ര വരും? 5, 40, 64, 68, 24, 30. വെച്ചാൽ എത്ര? 300. ഓക്കെ, ഗുണിക്കണേ. ഗുണിക്കുന്നൊക്കെ അറിയണേ. 38.5 8 ഗുണിക്കുക. അപ്പൊ അതിന്റെ തുക കിട്ടും. ഏത്? ഈ 8 എണ്ണത്തിന്റെ തുക കിട്ടും. അതാണ് എത്ര? 308. നോക്ക്, ക്ലിയർ ആയെന്നുള്ള. അതായത് ആദ്യത്തെ സംഖ്യ എക്സ് എടുത്ത് പിന്നെ x+1, x+2 മുതൽ x+7 വരെ എടുത്ത് 8 സംഖ്യകളായി. ആ 8 എണ്ണത്തിന്റെ തുകയാണ് ഇവിടെ 308 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് കൂട്ടി എത്ര എക്സ് ഉണ്ട് ഇതില്? എക്സ് കൂട്ടി കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 അല്ലെ? 8x പ്ലസ് സംഖ്യകൾ കൂട്ടിയേ. 2, 1, 3, 3, 6, 4, 10, 15, 6, 21, 7, 28. ഈക്വൽ എത്ര എന്ന് കിട്ടുമോ? 308. 8x പ്ലസ് 28 = 308 എന്ന് എഴുതാം. ക്ലിയർ ആകുന്നുണ്ടാ? സംഭവം മനസ്സിലാകുന്നുണ്ടാ? ഇങ്ങനെ ചെയ്യണ്ട, ജസ്റ്റ് എന്താന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പൊ 8x = 308 ഉറപ്പാണ്. 28 ഉറപ്പാണ്. ഓക്കെ, 308 8 കുറച്ചാൽ 300 ആയി. 20 കുറച്ചാൽ 150 ആവും. 150, 308 28 അല്ല കുറക്കുന്നത്. 100, 250 അല്ലേ? നിങ്ങളെന്താ പറയാത്തത്? 250. അപ്പൊ എക്സ് എന്ന് വെച്ചാൽ എത്രയാ? 250/8. അപ്പൊ എത്ര ഉണ്ടാവും? 8, 16, 24, 3 പ്രാവശ്യം. പിന്നെ 40 എന്ന് പറയുമ്പോ 5 പ്രാവശ്യം. അപ്പൊ എത്ര കിട്ടും? എക്സ് 35. ഓക്കെ, നമ്മളോട് ചോദിച്ചെന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഏത് തന്നെയാ? എക്സ് തന്നെ. അടുത്ത സംഖ്യ 36, അടുത്തത് 37, ഇങ്ങനെ പോകും. അപ്പൊ 35 നമുക്ക് കിട്ടിയ അതേ ആൻസർ തന്നെ.
ഏത് മെത്തേഡാ നല്ലത്? എക്സ് വെച്ച് ചെയ്യണോ? ഇത് വെച്ച് ചെയ്ത നിങ്ങൾ നടുവിലുള്ള സംഖ്യ കിട്ടുന്ന രീതിയിൽ ചെയ്താൽ മതി. വേറെ ഒന്നും ഇല്ല ഇതിൽ. വേറെ ഒന്നും കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. സംഖ്യയുടെ മാത്രമല്ലേ ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന, അല്ലാതെ വരുമോ? ഒന്നുകൂടി പറഞ്ഞേ, ക്ലിയർ ആയില്ല എനിക്ക്. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരിയിൽ നിന്ന് കാണുന്നതല്ലേ നമ്മൾ ഇതുവരെ ചെയ്തത്. ആ ഏത് അല്ലാതെ ഉദ്ദേശിക്കുന്നത്? ഈ എക്സ് വെച്ചിട്ട് ചെയ്യുന്നതാണോ അല്ല മറ്റേതാണോ? അല്ല, ഏത് രീതി ആയാലും ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത് തുടർച്ചയായി വരുന്ന സംഖ്യകളുടെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അതാണ്. അല്ലാതെ വരത്തില്ലേ എന്ന് ചോദിച്ചത്. തുടർച്ചയായ അല്ലാതെ വരും. തുടർച്ചയായ എണ്ണൽ സംഖ്യ അല്ലാതെ വരാം. തുടർച്ചയായ ഒറ്റ സംഖ്യകൾ വരാം. ഇരട്ട സംഖ്യകൾ വരാം. മനസ്സിലായില്ല? ആ 3 കാറ്റഗറിയിലുള്ള ഏതും വേണം വരാം. തുടർച്ചയായ എണ്ണൽ സംഖ്യകൾക്ക് പകരം ഒറ്റ സംഖ്യ വരാം, ഇരട്ട സംഖ്യ വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ ഇങ്ങനെ പറയാണ്. 3 വേണ്ട, 5 ആയിക്കോട്ടെ. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി കേട്ടോ, ഇങ്ങനെയാണ് പറയുന്നത്. ശരാശരി 49 ആണെങ്കിൽ ചെറിയ സംഖ്യ ഏത്? ഓക്കെ, ചെറിയ സംഖ്യ ഏത്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളാണെന്ന് മനസ്സിലായി. അങ്ങനെ തരും, തുടർച്ചയായെന്ന് പറഞ്ഞിട്ടാ തരുക. അല്ലാണ്ട് 5 ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ചെറുതെന്ന് ചോദിക്കൂല. കാരണം 5 നമുക്ക് ഏതാണെന്നുള്ള അറിയില്ലല്ലോ. തുടർച്ചയായെന്ന് പറഞ്ഞിട്ട് 5 ഒറ്റ സംഖ്യകൾ ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി 49 എന്ന് പറയുന്നത് എന്താണ്? ആ സംഖ്യകളിലെ നടുവിലത്തെ ആളാണ്. 49 നടുവിലത്തെ ആളാണ്. ഇനി അതിന്റെ ഇടത് സൈഡിലോ വലത് സൈഡിലോ എഴുതുമ്പോൾ ഒറ്റ സംഖ്യ ആയിരിക്കണം. നിങ്ങൾ കൊണ്ടുപോയിട്ട് 50 എന്ന് എഴുതരുത്, ഒറ്റ സംഖ്യ അല്ല 50. അപ്പൊ 49 ഇടത് സൈഡിൽ എഴുതുമ്പോൾ ഏത് എഴുതണോ? 47 47 45 എഴുതണം ഇടത് സൈഡിൽ. വലത് സൈഡിലാണെങ്കിൽ 51 53 എഴുതണം. അതായത് ഒറ്റ സംഖ്യകൾ അടുത്ത് തുടർച്ചയായിട്ട് വരുന്ന രീതിയിൽ അങ്ങ് എഴുതി കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ എന്നാ ചോദിക്കട്ടോ, അല്ലെ ഏറ്റവും ചെറിയ സംഖ്യ എന്തോ ആവട്ടെ. 45 ആയിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും വലുത് ചോദിച്ചാൽ 53 ആയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കണേ. എണ്ണൽ സംഖ്യകളാണോ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അങ്ങനെ ചോദിക്കൂ, വേറെ രീതിയിലൊന്നും ചോദിക്കില്ല. ഓക്കെ, അങ്ങനെ ചോദിച്ചിട്ട് എക്സ് വെച്ച് ചെയ്യുന്നതാണെങ്കിലും വ്യത്യാസം വരുവേ. കാരണം ആദ്യത്തെ സംഖ്യ നിങ്ങൾ ഒറ്റ സംഖ്യയാണ് എക്സ് എടുത്തെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ വരുക 2 കൂട്ടിയിട്ടായിരിക്കും. നിങ്ങൾക്കറിയാം, ഇപ്പൊ 3 ഒരൊറ്റ സംഖ്യ, അടുത്ത ഒറ്റ സംഖ്യ വരുന്നത് 5, അതായത് 2 കൂട്ടുമ്പോൾ വരുക. അപ്പൊ ആദ്യത്തെ ഒരു എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ, അടുത്ത ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ x+2 എന്ന് എടുക്കേണ്ടി വരും നിങ്ങൾ. പിന്നെ അടുത്തെടുക്കുമ്പോൾ x+4 എന്ന് എടുക്കേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വരും. എക്സ് വെച്ച് ചെയ്തതാണെങ്കിൽ, ചെയ്യാത്തതാണ് നല്ലത്. ഓക്കെ, ഇനി ഇന്ന് എടുത്ത ഏതിലെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളത്. നാളെ 1-2 ക്വസ്റ്റ്യൻ ഇതിലേ ഇടും, നിങ്ങൾ ചെയ്ത് നോക്കണം. ആവറേജ് ഭയങ്കര എളുപ്പമുള്ള ടോപ്പിക്കാണ്, നിങ്ങൾ പെട്ടെന്ന് ആൻസർ. കാരണം ഈ ടൈം അത്രയൊന്നും സ്പെൻഡ് ചെയ്യേണ്ട, അതാണ് ഇതിന്റെ ഒരു ഗുണം. ഒരു 10 സെക്കൻഡിനുള്ളിൽ മിക്കവാറും ആൻസർ ഏകദേശം കിട്ടും നിങ്ങൾക്ക് ഇതിന്റെ. മറ്റുള്ള ക്വസ്റ്റ്യൻ പോലെയല്ല. ഓക്കെ, ഈ 38.5 ചോദിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വന്നത്. എനിക്ക് മനസ്സിലായി. മിക്കവാറും കേസിൽ അങ്ങനെ പോയിന്റ് ഒന്നും ചിലപ്പോൾ തെറ്റുണ്ടാവില്ല, ജസ്റ്റ് 38 തെറ്റുണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങളത് 8 എണ്ണൽ സംഖ്യകളൊന്നും തരൂല. 38 വരുന്ന രീതിയിൽ 8 എണ്ണൽ സംഖ്യകൾ എഴുതാൻ പറ്റൂല. അപ്പൊ 7 എണ്ണൽ സംഖ്യകൾ തരുക. അപ്പൊ തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 38. അപ്പൊ നിങ്ങൾ 38 നടുവിൽ വരുന്ന രീതിയിൽ 38 എഴുതുക. പിന്നെ തൊട്ട് സൈഡിൽ 37, 39 ആ രീതിയിൽ 7 എണ്ണം എഴുതി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്താണോ കോസ്റ്റ് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇന്ന് നമ്മൾ 10:30 കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട് ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണേ. ഇനി ഞാനൊരു ടെസ്റ്റ് വെക്കാൻ പറയും, ഇതുവരെ എടുത്ത് തന്നെ നല്ല ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. എന്നിട്ട് അത് പ്ലസ് അതിന്റെ ഡിസ്കഷൻ പ്ലസ് ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഒന്നിച്ചങ്ങ് വെക്കാം. അപ്പൊ ഇതുവരെയുള്ള ടോപ്പിക്കൊക്കെ ക്ലിയർ ആക്കിയിട്ട് വന്നാൽ മതി നിങ്ങൾ കേട്ടോ.
നിങ്ങൾ മുന്നേ എടുത്ത ടോപ്പിക് അറിയാലോ, ഭിന്നസംഖ്യകള്, ദശാംശസംഖ്യകള്, സംഖ്യകള്, പിന്നെ പേഴ്സൻറ്റേജ്, മെയിൻ ടോപ്പിക് പേഴ്സൻറ്റേജ്, ശതമാനം, അത് എടുത്തിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് ലോസ്, ആ ഒരു മെയിൻ ടോപ്പിക്കാണ്, അതും ശ്രദ്ധിക്കണം. പിന്നെ അതില് നമ്മുടെ അടുത്ത ടോപ്പിക് ഉണ്ട് ഏതെങ്കിലും, HCM, ഫ്രാക്ഷൻസ്, പെർസെൻറ്റേജ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, അത് നോക്കണം. അതിൽ മെയിൻ ആയിട്ട് ട്രെയിൻ എന്നുള്ള സെഷനാണ് അതിലുള്ളത്. അത്രയും ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നിർത്തുവാണേ. ഡൗട്ട് ഉള്ളതൊക്കെ നമുക്ക് അടുത്തൊരു സെഷൻ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ അല്ല ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്.